ഗുഡ് ഈവനിങ് എവരി വൺ. ഓഡിയോ ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയാമോ? ഓഡിയോ ക്ലിയർ ആണ്, എക്കോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഓഡിയോ ക്ലിയർ ആണ്, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാനും അതുപോലെ തന്നെ കേൾക്കാനും പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് ദ ക്ലാസ്. ഓക്കെ, ഓഡിയോ ക്ലിയർ ആണെന്നുള്ളതൊന്ന് നോക്കിയിട്ടൊന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ടെൽ മീ ഓഡിയോ ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, ഓഡിയോ ക്ലിയർ ആണ്. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ സ്റ്റാർട്ട്. സമയം കളയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അഡ്മിനിസ്ട്രേഷൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസ്, അതിൻ്റെ സ്കോപ്പ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കമ്പാരിസൺസും ആയിരിക്കും പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസിനെ കുറിച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചില തിയറീസ് വരുന്നുണ്ട്, ചില ഡോക്ട്രൈൻസ് വരുന്നുണ്ട്, ചില പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് തമ്മിൽ ഒരു കമ്പാരിസൺ, ഇതായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ട്. നോട്ട് ഓർഗാനിസംസ്, ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസിനെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ നമുക്ക് എങ്ങനെയെല്ലാം ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ? ഒരു ഓർഗനൈസേഷനെ എങ്ങനെയെല്ലാം നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, എങ്ങനെയെല്ലാം നമുക്ക് ഡിവൈഡ് ചെയ്യാം, ഇതൊന്ന് നോക്കിയിട്ടൊന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ്, നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നോക്കുന്ന സമയത്ത് എന്തെല്ലാം ടൈപ്പ് ഓർഗനൈസേഷൻസിനെയാണ് കാണുന്നത് എന്നുള്ളത്. ഓക്കെ, യെസ്, വി ഹാവ് പബ്ലിക് ഓർഗനൈസേഷൻസ് ആൻഡ് പ്രൈവറ്റ് ഓർഗനൈസേഷൻ. ഓക്കെ, പബ്ലിക് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ യെസ്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, പബ്ലിക് ഓർഗനൈസേഷൻ, പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്. ഇതിൽ തന്നെ ചിലതൊക്കെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, PPP മോഡലിലൊക്കെ വരുന്ന പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ വരുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ട്. യെസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഓരോ ഓർഗനൈസേഷനും അതിന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും, പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും, റൂൾസ് ഉണ്ടായിരിക്കും, റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ഓരോ ഓർഗനൈസേഷൻസിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മോട്ടീവ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, അതിലേക്കുള്ള ആൾക്കാരുടെ റിക്രൂട്ട്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ ഓർഗനൈസേഷനും ഡിഫറൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് മാനേജ് ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവായിട്ട്, അത് ഹ്യൂമൻ റിസോഴ്സസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ആയിരിക്കാം, അതല്ലെങ്കിൽ അസറ്റ്സ് ആയിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ഓർഗനൈസേഷൻസും ഏത് ഓർഗനൈസേഷണൽ സെറ്റപ്പ് ആയി കഴിഞ്ഞാലും അവിടെയെല്ലാം ഒരു അഡ്മിനിസ്ട്രേഷൻ കാണാൻ പറ്റും. കാരണം നമ്മൾ അഡ്മിനിസ്ട്രേഷൻ്റെ തിയറീസ് പഠിച്ച സമയത്ത് നമ്മൾ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫാമിലി മുതൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം വരെ അഡ്മിനിസ്ട്രേഷനിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു ഫാമിലി മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ചിലപ്പം ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ മദർ ആയിരിക്കാം. അവരായിരിക്കും ഒരു ഫാമിലി എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, അതിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അവിടുത്തെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, എൻ്റർടൈൻമെൻറ്റ്സ്, ലൈവ്ലിഹുഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഫാമിലിയുടെ ഉള്ളിൽ തന്നെ മാനേജറായി പോകുന്നുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന സമയത്ത് ഫാമിലി എന്ന് പറയുന്നതും ഒരു ഓർഗനൈസേഷനാണ്, ഒരു സിസ്റ്റമാണ്, അവിടെ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയും ഒരുപാട് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, ഒരുപാട് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം എല്ലാ ഫീൽഡിൽ ഏത് ഏരിയ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയെല്ലാം ഒരു അഡ്മിനിസ്ട്രേഷനും ഒരു മാനേജ്മെൻറ്റും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ് ആണ്. ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പബ്ലിക് ഓർഗനൈസേഷൻസും പ്രൈവറ്റ് ഓർഗനൈസേഷൻസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് പ്രത്യേകം മനസ്സിലാക്കുക. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി അഡ്മിനിസ്ട്രേഷൻ ആണ്. അഡ്മിനിസ്ട്രേഷനിലൂടെ എക്സിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്.
അതല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ടേക്ക് പോകുന്നത് അതിൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകുന്ന സമയത്താണ്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക് ഓർഗനൈസേഷൻ, പ്രൈവറ്റ് ഓർഗനൈസേഷൻ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു ഡിഫറൻസും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. കോൺടെക്സ്റ്റിൽ അതും കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പം ഇതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫിക്കേഷൻസിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഓൾറെഡി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പഠിച്ചതാണ്, ഇനി ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചില തിയറീസ് വരുന്നുണ്ട്, അതും കൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക, നമ്മൾ സാധാരണ ഒരു അഡ്മിനിസ്ട്രേഷനിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടോ, അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞോ ആ കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനും ബാധകമാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലും പ്ലാനിങ് വരുന്നുണ്ട്, ഓർഗനൈസിങ് വരുന്നുണ്ട്, ഡയറക്റ്റിംഗ് വരുന്നുണ്ട്, കൺട്രോളിംഗ് ഓഫ് ദ റിസോഴ്സസ്, ഇതെല്ലാം പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നുണ്ട്. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ് കോർബ്. ഓക്കെ, പോസ്റ്റ് കോർബ്. ഓക്കെ, ലൂതർ ഗള്ളിക്കിന്റെ അതുപോലെ തന്നെ ലിൻഡൽ ഒർവിക്ക്, ഇവർ രണ്ടുപേരും മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള പോസ്റ്റ് കോർബ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പം അതേ കാര്യങ്ങൾ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനും അപ്ലിക്കബിൾ ആണ്. അവിടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു യൂണിവേഴ്സൽ തിയറിയാണ്, പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനും പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ഇത് ഒരുപോലെ ബാധകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ നടക്കുന്നതും പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഓഫ് ദ റിസോഴ്സസ് ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു അച്ചീവ് സെർട്ടൈൻ ഒബ്ജക്റ്റീവ്സ്, ചില ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനാണ്. അപ്പം ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനും പബ്ലിക് ഓർഗനൈസേഷനും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം നിലനിൽക്കുന്നത് ഈ ഒരു ഒബ്ജക്റ്റീവ്സിലാണ്. അതല്ലാതെ ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യപ്പെടുന്നത്, അങ്ങനെ ഒരുപാട് ഡിഫറൻസസ് വരുന്നുണ്ട്, നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യും. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നിലനിൽക്കുന്നത് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിലാണ്. ഇപ്പോൾ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ജനങ്ങളുടെ സേവനം, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനം, അവരുടെ സർവീസസ്, അവരുടെ സുരക്ഷ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ പോലീസ് ആണെങ്കിൽ, ഡിഫൻസ് ആണെങ്കിൽ അവർ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ ആ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് ഒരു മിഷൻ ഡ്രിവൺ ആയിരിക്കും, അവർക്കൊരു മിഷൻ ഉണ്ടായിരിക്കും. അത് ചിലപ്പം പ്രോഫിറ്റ് ആയിരിക്കാം, ടേൺ ഓവർ ആയിരിക്കാം, റവന്യൂ ആയിരിക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മിഷൻ ബേസിലായിരിക്കും ആ കമ്പനി, പ്രൈവറ്റ് ഓർഗനൈസേഷൻ റൺ ചെയ്തു പോകുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, ലാഭം. ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത് പോലും പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്, ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അടുത്തതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്, വളർച്ച. ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷനിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും പ്രൈവറ്റ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യില്ല, ശ്രമിക്കില്ല. അതിനൊരു വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ശ്രമിക്കുകയുള്ളൂ. എന്നാൽ ഒരു പബ്ലിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് അവർ വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്ര ശ്രമിക്കാറില്ല. അതിന്റെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഒരു പബ്ലിക് ഓർഗനൈസേഷൻസ് ശ്രമിക്കാറുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ ഉണ്ട്. ഓക്കെ, ഒരു പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ ഉണ്ട്. ആ പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററിനെ അടുത്ത വർഷം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് സാധാരണ ഗവൺമെന്റുകൾ ശ്രമിക്കാറില്ല. ഈ പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, കാര്യങ്ങൾ, ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി, മരുന്നിന്റെ അവൈലബിലിറ്റി, നഴ്സിന്റെ അവൈലബിലിറ്റി, ഓക്കെ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. എന്നാൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ ബ്രാഞ്ചുകൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, അത് കുറെ കൂടെ ലാർജർ ആക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ശ്രമിക്കും. അതാണ് പറയുന്നത് ഗ്രോത്ത് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓർഗനൈസേഷന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ആണ്. അടുത്തത്, അൺലൈക്ക് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അത് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് പബ്ലിക് വെൽഫെയർ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഓപ്പറേറ്റ്സ് അണ്ടർ ഗവൺമെന്റൽ ഓവർസൈറ്റ്. ഒരു പബ്ലിക് ഓർഗനൈസേഷൻ അതായത് ഒരു പൊതുമേഖലാ സ്ഥാപനം അത് ഫംഗ്ഷൻ ചെയ്യുന്നത് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും, ഗവൺമെന്റിന്റെ ഡയറക്റ്റീവ്സ് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും. എന്നാൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസസ് ഓൺ എഫിഷ്യൻസി, ഇന്നോവേഷൻ ആൻഡ് സ്റ്റേക്ക് ഹോൾഡർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനും ഒരു പബ്ലിക് ഓർഗനൈസേഷനും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കറണ്ട് സിനാരിയോയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പബ്ലിക് ഓർഗനൈസേഷനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളും നിലവാരങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ദേ ഫോക്കസ് ഓൺ ഇന്നോവേഷൻ ആൻഡ് എഫിഷ്യൻസി. എഫിഷ്യൻസിയിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇന്നോവേഷൻ, അതായത് പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അതിനൂതനമായ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹോസ്പിറ്റൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനൂതനമായ ചികിത്സാ സൗകര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമാണെങ്കിൽ, ഒരു സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ എഫിഷ്യൻസി,
കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, റാങ്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ ആയിരിക്കും പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡർ സാറ്റിസ്ഫാക്ഷൻ, ഇത് ചിലപ്പം കസ്റ്റമേഴ്സ് ആയിരിക്കാം, കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി അതല്ലെങ്കിൽ ചിലപ്പം ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം, അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് റിട്ടേൺ ആണ്, പ്രോഫിറ്റ് ആണ്, ലോസ് ഉണ്ടാവാൻ പാടില്ല. അപ്പം അതും എന്തായിരിക്കാം, അവരുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ അത് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതും പ്രൈവറ്റ് ഓർഗനൈസേഷന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈവറ്റ് ഓർഗനൈസേഷൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് ജനങ്ങളുടെ നന്മ അല്ലെങ്കിൽ ക്ഷേമം അതായിരിക്കും ഒരു പബ്ലിക് ഓർഗനൈസേഷൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആ ഒരു ബേസിക് ഡിഫറൻസ് പറഞ്ഞതാണ്. ഇനി ഓരോ ഏരിയയിലും വരുന്ന ഇവരുടെ ഡിഫറൻസുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം, പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഇവിടെ നിന്ന് ഒരു അനാലിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് മിസ്സാവാൻ പാടില്ല. അതുകൊണ്ടാണ് ചോദ്യം ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നത്, ഓരോന്നും നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ പഠിക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മീനിങ് ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പബ്ലിക് ഓർഗനൈസേഷൻ വേഴ്സസ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻ, ഇത് തമ്മിൽ മീനിങ്ങിൽ വരുന്ന ഡിഫറൻസ് ആണ്. അപ്പൊ അതിൽ ആദ്യം പബ്ലിക് ഓർഗനൈസേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് ഓഫ് ദി ഗവൺമെന്റ് അഫയേഴ്സും അതുപോലെ തന്നെ ഗവൺമെന്റ് പോളിസികളുടെ ഇംപ്ലിമെന്റേഷനുമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വുഡ്രോ വിൽസന്റെ ഒരു ഡെഫിനിഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വുഡ്രോ വിൽസൺ പറഞ്ഞത് പോളിസികളുടെ ഇംപ്ലിമെന്റേഷൻ ആണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. അതായത് പൊളിറ്റിക്സിനെയും അതായത് ലോ മേക്കിങ്ങിനെയും ലോ ഇംപ്ലിമെന്റേഷനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് വുഡ്രോ വിൽസൺ ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് അഫയേഴ്സ് മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ ഗവൺമെന്റ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുക, ഇതൊക്കെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത്. എന്നാൽ ഒരു പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷന്റെ കാര്യമാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അവിടെ കൂടുതലായിട്ടും വരുന്നത് മാനേജ്മെന്റ് ഓഫ് ദി ബിസിനസ് ഓർ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, പ്രൈവറ്റ് ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് ആണ്. അവർ പ്രധാനമായിട്ടും അച്ചീവ് ചെയ്യുന്നത് പ്രോഫിറ്റും അതുപോലെ തന്നെ ആ ഓർഗനൈസേഷന്റെ ചില ഗോളുകൾ ഉണ്ടാവും, ചില ടാർഗറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വർഷം 5000 യൂണിറ്റ് കാറുകൾ സെല്ല് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ എന്തായിരിക്കും, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, എത്ര നമ്പർ ഓഫ് കാറുകൾ സെല്ല് ചെയ്യണം. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രൈവറ്റ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു FD ആയിട്ട് ഇത്ര എമൗണ്ട് എന്ത് ചെയ്യണം, ഇത്ര മാസത്തിനുള്ളിൽ സ്വരൂകൂട്ടണം അല്ലെങ്കിൽ സ്വരൂപിക്കണം എന്നുള്ള ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരു FD എമൗണ്ട് അത് ഒരു ക്ലയന്റിന്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഡിഫറെന്റ് ക്ലയൻസിന്റെ അടുത്ത് നിന്ന് ഒരു മാസത്തിനിടയ്ക്ക് ഇത്രയും എമൗണ്ട് FD ആയിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പം അങ്ങനെ ഓരോ ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഓരോ ഡയറക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യുന്നത്. അടുത്തത് ഒബ്ജക്റ്റീവ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ഇപ്പോൾ പ്രധാനമായിട്ടും പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജക്റ്റീവ് നമ്മൾ ഓൾറെഡി കണ്ട പോലെ പബ്ലിക് വെൽഫെയർ, ജനങ്ങളുടെ ക്ഷേമം വരുന്നുണ്ട്. സർവീസ് ഡെലിവറി, ജനങ്ങൾക്ക് വേണ്ട ഡിഫറെന്റ് ആയിട്ടുള്ള സേവനങ്ങൾ, ഇപ്പോൾ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള സേവനങ്ങളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിന്, അതുപോലെ തന്നെ ഇക്വാലിറ്റി, ഒരു സമത്വം നമ്മുടെ സൊസൈറ്റിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. എന്നാൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനിലേക്ക് വരുന്ന സമയത്ത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, എഫിഷ്യൻസി, ഗ്രോത്ത് ഓഫ് ദി എന്റർപ്രൈസസ്, നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതായിരിക്കും ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സ്കോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ സ്കോപ്പാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അവിടെ പ്രധാനമായിട്ടും വരുന്നത് ലോ ആൻഡ് ഓർഡർ, ഡിഫൻസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, വെൽഫെയർ, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള റെഗുലേഷൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻവയോൺമെന്റൽ റെഗുലേഷൻ, പരിസ്ഥിതി മലിനീകരണത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഗവൺമെന്റ് ചില റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ റെഗുലേഷൻസ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും, ഇങ്ങനെയുള്ള ഏരിയകളിലാണ് പ്രധാനമായിട്ടും നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കാണാൻ പറ്റുക. ഓക്കെ, സ്കോപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്, എവിടെയാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്, എവിടെയാണ് നമുക്ക് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക, എവിടെയാണ് ഇതിന്റെ സാധ്യതയുള്ളത്, ആ സാധ്യതകളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്കോപ്പ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കാണാൻ പറ്റുക. ഇതെല്ലാമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ദെൻ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് അത് കുറെ കൂടെ നാരോ ആണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അത് ഹോസ്പിറ്റൽ മേഖലയിൽ മാത്രമേ കാണാൻ പറ്റൂ. ഇനി ഒരു സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അത് സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ നാരോ ആണ്, ലിമിറ്റഡ് ടു ദ ഓർഗനൈസേഷണൽ ഓർ ബിസിനസ് ആക്ടിവിറ്റീസ് ആയിരിക്കും. ആ ബിസിനസിന്റെ ആക്ടിവിറ്റി എന്താണ്, അതൊരു എഡ്യൂക്കേഷണൽ സ്ഥാപനമാണെങ്കിൽ അവിടെ മാത്രമായിരിക്കും അത് ഫോക്കസ് ചെയ്യുന്നത്. ആ പ്രൈവറ്റ് ഓർഗനൈസേഷൻ അതിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇനി അതല്ല ഒരു ഹെൽത്ത്, ഒരു ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ അവർ അതിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ അതിൽ മാത്രമായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഈവൻ മാനുഫാക്ചറിംഗിൽ തന്നെ അവർ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെർട്ടൻ സെഗ്മെന്റുകൾ ഉണ്ടായിരിക്കും, ചില ടൈപ്സ് ഓഫ് കാറുകൾ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ BMW നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബെൻസ്, ഓക്കെ, ലെക്സസ്, ഇതുപോലുള്ള
ബ്രാൻഡുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ലക്ഷറി കാറുകളാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ടാറ്റ പോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറെ കൂടെ യൂട്ടിലിറ്റി ഓറിയന്റഡ് ആയിക്കൊണ്ട് ഇപ്പൊ മാരുതി, ടാറ്റ, ഇതുപോലെയുള്ള ഹോണ്ട, ഇതുപോലെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പനികൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു മിഡ് സെഗ്മെന്റ് അതല്ലെങ്കിൽ സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള കാറുകളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു ഫോക്കസ്ഡ് ഏരിയ ഉണ്ടായിരിക്കും, അവിടെ മാത്രമേ അവർ വർക്ക് ചെയ്യുള്ളൂ. അതിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. ഓക്കെ, സോ അങ്ങനെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു നാരോ ഏരിയയിൽ മാത്രമായിരിക്കും ഒരു പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഓണർഷിപ്പ്. സ്വാഭാവികമായിട്ടും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓൺ ചെയ്യുന്നതായിരിക്കും. അത് റൺ ചെയ്യുന്നത് ത്രൂ ടാക്സ് റവന്യൂ ആയിരിക്കും. ഓക്കെ, ജനങ്ങളുടെ അടുത്ത് നിന്ന് പിരിച്ചെടുക്കുന്ന ടാക്സ് റവന്യൂ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഒരു പബ്ലിക് ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെയിൽവേ. ഓക്കെ, റെയിൽവേ. അപ്പൊ റെയിൽവേ റൺ ചെയ്യുന്നത് ജനങ്ങളുടെ അടുത്ത് നിന്നുള്ള വരുമാനം കൊണ്ടാണ്. അതായത് ജനങ്ങൾ ടിക്കറ്റ് എടുക്കുന്നു, അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റെയിൽവേ റൺ ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിൽ ജനങ്ങളുടെ റവന്യൂ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നുള്ള ടാക്സ് ഇത് പിരിച്ചെടുത്തുകൊണ്ടായിരിക്കും ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത്. ഏത് പബ്ലിക് ഓർഗനൈസേഷന്റെ കേസാണ്. ഇനി പ്രൈവറ്റിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ഓൺ ബൈ ഇൻഡിവിജ്വൽസ് ആയിരിക്കാം, ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരൊറ്റ ഇൻഡിവിജ്വൽ ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസ്മാൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ 2-3 ഇൻഡിവിജ്വൽസ് വരുമ്പോൾ ചിലപ്പോൾ അതൊരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആയിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പം ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും, ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ട് ഷെയർ ഹോൾഡേഴ്സ് വന്നുകൊണ്ട് അങ്ങനെയായിരിക്കാം ചിലപ്പോൾ ഒരു കമ്പനി റൺ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിരിക്കും ചില ബിസിനസ്സുകൾ റൺ ചെയ്യുന്നത്. ഓക്കെ, ടാറ്റ ഗ്രൂപ്പ്, അവരുടെ അണ്ടറിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ബിസിനസ്സുകൾ കാണാൻ പറ്റും. ടാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പോൾ ജ്വല്ലറി ബ്രാൻഡുകൾ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് ഏവിയേഷൻ സെക്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെലികോം സെക്ടറിലേക്ക് അവർ എൻ്റർ ചെയ്യുന്നുണ്ട്, BSNL-ഉമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമൊബൈൽ സെക്ടേഴ്സിലേക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ടാറ്റ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിന് ഡിഫറെന്റ് ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഓക്കെ, ടാറ്റ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. അവരുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ കമ്പനീസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അത്തരത്തിൽ ചിലപ്പോൾ ഒരു ഗ്രൂപ്പുകളായിരിക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആയിരിക്കാം, ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം, അങ്ങനെ ടുഗദർ ആയിരിക്കാം പലപ്പോഴും പല കാര്യങ്ങളും പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിൽ റൺ ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഓഗസ്റ്റ് സിനിമാസ് അല്ലെങ്കിൽ ഓഗസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ ഒരു സിനിമ ഹൗസ് ഉണ്ട്. അപ്പം അതിലേക്ക് നോക്കുന്ന സമയത്ത് പൃഥ്വിരാജ് അതുപോലെ തന്നെ മറ്റൊരുപാട് സ്റ്റാർ അല്ലെങ്കിൽ മറ്റൊരുപാട് സിനിമ നടന്മാർ അവർ ഒരുമിച്ച് ചേർന്നിട്ടാണ് അതിന്റെ ഓണർഷിപ്പ്. അപ്പോൾ അതെന്താണ്, ഒരുപാട് പേർക്ക് ഡിഫറെന്റ് ആളുകൾക്ക് ഷെയർസ് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഷെയർഡ് ഓണർഷിപ്പിൽ എന്ത് ചെയ്യാം, നമുക്കൊരു പ്രൊഡക്ഷൻ സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യാം. ദെൻ അടുത്തത് അക്കൗണ്ടബിലിറ്റി. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ അടുത്ത് നിന്ന് പണം പിരിച്ചുകൊണ്ട് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഫംഗ്ഷൻ ചെയ്യുന്നതാണ് ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അക്കൗണ്ടബിലിറ്റി അൾട്ടിമേറ്റ് ആയിട്ട് നിലനിൽക്കുന്നത് ജനങ്ങളുടെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ ജനങ്ങളോടാണ് ഒരു ഗവൺമെന്റ് അൾട്ടിമേറ്റ്ലി അക്കൗണ്ടബിൾ ആകുന്നത്. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടബിൾ ടു ദ പബ്ലിക്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ആൻഡ് മീഡിയ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അനാവശ്യമായിട്ട് ഫണ്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പാർലമെന്റ് അതിനെ ചോദ്യം ചെയ്യും. പാർലമെന്റിൽ അതിന്റെ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. സോ അൾട്ടിമേറ്റ്ലി ഗവൺമെന്റ് ഇസ് അക്കൗണ്ടബിൾ ഇൻ ദി പാർലമെന്റ് ആണ്. മീഡിയാസ് അത് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3G സ്കാം, ഓക്കെ, 2G അതുപോലെ തന്നെ 3G സ്പെക്ട്രം അലോക്കേഷന്റെ കേസിൽ മീഡിയാസ് അത് ഒരുപാട് ഡിസ്കസ് ചെയ്യുകയും അതിന്റെ പേരിലാണ് സെക്കൻഡ് UPA ഗവൺമെന്റിന് പിന്നീട് അധികാരം നഷ്ടപ്പെടുന്നത്. ഓക്കെ, സെക്കൻഡ് UPA ഗവൺമെന്റ് അധികാരം നഷ്ടപ്പെടുന്നതും പിന്നീട് 2014 BJP ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുന്നതുമൊക്കെ ഇതിനെ തുടർന്നിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ എന്തെങ്കിലും കറപ്ഷൻസ് അഴിമതിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ മീഡിയനോടും അവർ അക്കൗണ്ടബിൾ ആയിരിക്കും. സോ ഇതാണ് ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കേസ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ജനങ്ങളോടുണ്ട്, നിയമസഭയോടുണ്ട്, അതായത് പാർലമെന്റിനോടുണ്ട്, ജുഡീഷ്യറിയോടുണ്ട്, മീഡിയനോടും അവർ അക്കൗണ്ടബിൾ ആണ്. ദെൻ അടുത്തത് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻസിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും ഓണേഴ്സിനോട്, ഷെയർ ഹോൾഡേഴ്സിനോട്, ഇൻവെസ്റ്റേഴ്സിനോടായിരിക്കും അവർക്ക് കൂടുതലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് ആൾസോ ടു ദ കസ്റ്റമേഴ്സ് ആൻഡ് റെഗുലേറ്ററി ബോഡീസ്. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി, ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് വേണ്ട രൂപത്തിൽ അത് നമുക്ക് സർവീസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഫോണുകൾ വാങ്ങുന്ന സമയത്ത് പ്രീമിയം ഫോണുകളായിട്ടുള്ള സാംസങ്ങിൻ്റെ ഒക്കെ S24, S25 പോലെയുള്ള പല ഫോണുകൾ വാങ്ങുന്ന സമയത്ത് അതിൽ ഗ്രീൻ ലൈൻ്റെ ഇഷ്യൂ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇഷ്യൂ വരുന്ന സമയത്ത് അത് മാറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ആ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ദേ ആർ അക്കൗണ്ടബിൾ ടു ദ കസ്റ്റമർ. ആ കൊടുത്ത വാല്യൂവിനുള്ള ഒരു സർവീസ് തിരിച്ചു കൊടുക്കും എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യേണ്ടത് ആ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് ദേ ആർ റെസ്പോൺസിബിൾ ടു ദ കസ്റ്റമേഴ്സ് ആണ്. കസ്റ്റമേഴ്സും അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ റെഗുലേറ്ററി ബോഡീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഹോട്ടൽ റൺ ചെയ്യണം.
അപ്പോൾ ഞാനത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻസ് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തുകൊണ്ട് ഹൈജീനിക് ആയിട്ടായിരിക്കണം ഞാൻ ആ കട റൺ ചെയ്യേണ്ടത്. അങ്ങനെ ഹൈജീനിക് അല്ല എന്നുണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് അത് ഇൻസ്പെക്ട് ചെയ്യാം. അത് പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അവർ ഷട്ട് ഡൗൺ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതെന്താണ്, ഐ ആം അക്കൗണ്ടബിൾ ടു ദ റെഗുലേറ്ററി ബോഡീസ്. അവരെനിക്ക് സർട്ടിഫൈ ചെയ്തു തന്ന ആ ഒരു നിലവാരത്തിൽ ആ കട മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഞാൻ റെസ്പോൺസിബിൾ ആണ്. അപ്പം ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആരോടെല്ലാം റെസ്പോൺസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്, ഓണേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ അതല്ലാതെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റെഗുലേറ്ററി ബോഡീസ് വരുന്നുണ്ട്. ഇവരോടെല്ലാം ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ റെസ്പോൺസിബിൾ ആണ് അല്ലെങ്കിൽ അക്കൗണ്ടബിൾ ആണ്. ദെൻ ദ നെക്സ്റ്റ് ഇസ് ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? ഒരു പബ്ലിക് ഓർഗനൈസേഷൻസിലേക്ക് വരുന്ന സമയത്ത് അവിടെ മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പൊളിറ്റിക്കൽ, സോഷ്യൽ, ലീഗൽ ഫാക്ടേഴ്സ്. തീരുമാനം എടുക്കുന്നത് ഗവൺമെന്റ് തന്നെ ആയിരിക്കും. പക്ഷെ ആ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊരു തിയറി ആയിട്ട് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ. ഡെഫിനറ്റ്ലി ഇതൊരു തിയറി ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്ന കാര്യമല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഇതൊരു തിയറി ആയിട്ട് വരും. അപ്പോഴാണ് നിങ്ങൾ ഇതിന്റെ റെലവൻസ് കുറെ കൂടെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ പറയുന്നതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ ഇതൊക്കെ തിയറികളായിട്ട് ഓരോരുത്തരെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അതാണ് അതിലെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ തിയറി നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. റെഡ് ടേപ്പ്, ചുവപ്പ് നാട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് ഓർഗനൈസേഷൻസിൽ ഒരു കാര്യം നടന്നു കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അത്ര പെട്ടെന്നൊന്നും നമുക്ക് നടന്നു കിട്ടില്ല. എന്നാൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻസിലേക്ക് വരുന്ന സമയത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതൊരു വലിയ ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ കാര്യങ്ങൾ ചെയ്തു തരും. ഓക്കെ, സോ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ റിസൾട്ട് ഉണ്ടായിരിക്കും, ആക്ഷൻസ് എടുക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ബിസിനസ് ഓറിയന്റഡ് ആണ്, മാർക്കറ്റ് ഡ്രിവൺ ആണ്, ക്വിക്ക് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സമീപനമായിരിക്കും അവിടെ നിന്നുണ്ടാകുന്നത്. എന്നാൽ ഒരു പബ്ലിക് ഓർഗനൈസേഷൻ കുറെ കൂടെ റിജിഡ് ആയിരിക്കും. ഓക്കെ, ആ പറയുന്ന നിയമങ്ങൾ കുറെ കൂടെ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾ ചില കടകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില പേശാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗൾഫോൺ അല്ലെങ്കിൽ ഒരു മൈജി, ഓക്സിജൻ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അവിടെ വില പേശാൻ പറ്റും. അവിടെ എല്ലാവർക്കും ഒരേ പ്രൈസിനായിരിക്കില്ല ഫോണുകൾ സെല് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് വില പേശാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വില കുറച്ചിട്ട് ഫോണുകൾ അറ്റ് മാക്സിമത്തിൽ അറ്റ് മിനിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ റെഡി ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന ആളുകൾക്ക് കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ചില ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് എമൗണ്ട് കുറച്ച് വാങ്ങാൻ പറ്റും. അതുപോലെ എക്സ്ചേഞ്ച് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അവരുടെ പ്രത്യേകമായിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ചിലപ്പോൾ ലൈക്ക് കാർഡുകൾ ഉണ്ടായിരിക്കാം, പ്രീമിയം മെമ്പർഷിപ്പുകൾ ഉണ്ടായിരിക്കാം. അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഒരേ പ്രൈസിലല്ല അവർ സെല് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാക്സിമം പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഡിഫറൻറ്റ് പ്രൈസിലായിരിക്കും പലപ്പോഴും ഫോണുകൾ അവർ സെല് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ രജിസ്ട്രി കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, MRP പ്രൈസിലായിരിക്കില്ല സെല് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം വരുന്നുണ്ട്. എന്നാൽ ഒരു ഗവൺമെന്റ് ഓഫീസിലേക്ക് വരുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ആ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ആവാതെ അതല്ലാതെ അതിൻ്റെ അകത്ത് 2 പേപ്പർ മിസ്സിംഗ് ആണെങ്കിൽ ഇത് കുഴപ്പമില്ല എന്നുള്ള രൂപത്തിൽ പോകണം എന്നല്ല പറയുന്നത്. ബട്ട് അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാണ്. എന്നാൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പേപ്പർ മിസ്സിംഗ് ആണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും, അത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അത് എടുത്ത് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ സേവനം തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കാർ വാങ്ങാൻ പോകുന്ന സമയത്ത് ചിലപ്പം നിങ്ങൾ 1-2 സ്ഥലത്ത് ഫോം ഫില്ല് ചെയ്താൽ മതി, ബാക്കിയുള്ളതൊക്കെ അവർ ഫില്ല് ചെയ്തോളും. എന്നാൽ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലേക്ക് മുഴുവൻ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഓർഗനൈസേഷന്റെ സിസ്റ്റം നേച്ചർ അതുകൊണ്ട് വരുന്ന വ്യത്യാസങ്ങളാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക, അതും ഒരു ഡിഫറൻസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് വരുന്ന സമയത്ത് കുറെ കൂടെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, കുറച്ച് ഡിഫറൻസുകൾ ഉണ്ട്. ഇതൊക്കെ തിയറീസ് ആയിട്ട് പിന്നീട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് ക്ലിയർ ആക്കി പോകുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് മോട്ടീവ്, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒരു പബ്ലിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചുകൊണ്ട് സർവീസ് ആൻഡ് വെൽഫെയർ ആണ് പ്രധാനം. അതുകൊണ്ട് തന്നെ അവിടെ പ്രോഫിറ്റ് മോട്ടീവ് വരുന്നില്ല. എന്നാൽ ഒരു പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിട്ട് എക്കണോമിക് ഗെയിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അവർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ നോക്കുക, ഇപ്പം നമ്മുടെ SUV സെഗ്മെന്റ്, നമ്മുടെ കാറിന്റെ SUV സെഗ്മെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും വരുന്നത് ടൊയോട്ടയാണ്. ഓക്കെ, ടൊയോട്ടയുടെ ഫോർച്യൂണർ മാത്രമാണ് പ്രധാനമായിട്ടുള്ള ഒരു SUV സെഗ്മെന്റിൽ ഇപ്പം നിലനിൽക്കുന്നത്. കുറച്ച് ലാർജ് സൈസിലായിട്ട് വരുന്ന SUV സെഗ്മെന്റിൽ ഏറ്റവും വൺ ഓഫ് ദി ലാർജസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ടൊയോട്ടയുടെ ഫോർച്യൂണറാണ്. എന്നാൽ കുറച്ച് കാലം മുമ്പ് വരെ ഫോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫോർഡിന് നമ്മുടെ ഇന്ത്യയിലുള്ള സെയിൽസ് പ്രോഫിറ്റബിൾ അല്ലാത്തത് കൊണ്ട് അവർ ആ സെയിൽസ് നിർത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അത് നിർത്തും. അപ്പം പ്രോഫിറ്റ് ഡ്രിവൺ ആയിട്ട് അല്ലെങ്കിൽ എക്കണോമിക് ഗെയിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും അവരത് റൺ ചെയ്യുന്നത്.
അപ്പം അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടിവേറ്റഡ് ആയിരിക്കും. ദെൻ അടുത്തത് ഫണ്ടിങ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പബ്ലിക് ഓർഗനൈസേഷൻ ആണെങ്കിൽ ടാക്സേഷൻ, ഗ്രാന്റ്, ബോറോയിങ് ഇതിലൂടെയൊക്കെ ആയിരിക്കും. നമ്മൾ കേരള എക്കണോമി പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കിഫ്ബി ആണ് ചില കാര്യങ്ങൾക്കൊക്കെ ഫണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്? ബോറോയിങ് ആണ്. ത്രൂ ബോറോയിങ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫണ്ട് ചെയ്യുന്നത് പല കാര്യങ്ങളും. അപ്പോൾ കിഫ്ബി വഴി ഗവൺമെന്റ് ബോറോ ചെയ്തിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്? നടപ്പാക്കുന്നത്. അപ്പോൾ കിഫ്ബിയിലെ ബോറോയിങ്സ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബോറോയിങ് ആയിരിക്കാം, ടാക്സേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ചാർജസ് ആയിരിക്കാം. ഇപ്പോൾ റെയിൽവേയുടെ കേസിൽ അത് ചാർജ് ആണ്, ടിക്കറ്റ് ചാർജ്. അതിന്റെ ബേസിലാണ് റെയിൽവേ റൺ ചെയ്യുന്നത്. എന്നാൽ അതേസമയം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ അത് സെയിൽസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ക്യാപിറ്റൽസ് ആയിരിക്കാം. ഓക്കെ, അതല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിരിക്കാം, പ്രോഫിറ്റ് ആയിരിക്കാം. അത് വീണ്ടും എന്ത് ചെയ്യുന്നതായിരിക്കും? ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവർ ഫണ്ട് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പം ചിലപ്പം എൻ്റെ അടുത്തുള്ള ഒരു അസറ്റ് വിട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും? പുതിയൊരു ബിസിനസ് തുടങ്ങും. അപ്പോൾ സെയിൽസിലൂടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അതിനാവശ്യമായിട്ടുള്ള വരുമാനം. ഇപ്പം IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് വരുന്നുണ്ട്. അതായത് പബ്ലിക് നമ്മുടെ സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഷെയറുകൾ വിറ്റുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ അതിനാവശ്യമായിട്ടുള്ള പണം കണ്ടെത്തും. അതിലൂടെ നമ്മൾ ബിസിനസ് വീണ്ടും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഇത്തരത്തിൽ ക്യാപിറ്റൽ മാർക്കറ്റുകൾ, സെയിൽസ്, റീറ്റെയിൻഡ് ആയിട്ടുള്ള ഏർണിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ്, വരുമാനം, അത് ഞാൻ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഇവർ വരുമാനം കണ്ടെത്തുന്നത്, പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് വരുമാനം കണ്ടെത്തുന്നത്. അടുത്തത് നേച്ചർ ഓഫ് ദ സർവീസ്. ഏത് തരത്തിലുള്ള സേവനങ്ങളാണ് പബ്ലിക് ഓർഗനൈസേഷനിൽ നിന്നും പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ നിന്നും കിട്ടുന്നത്? ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു പബ്ലിക് ഓർഗനൈസേഷൻസിലേക്ക് ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അതായിരിക്കും ഇവിടെ പറയുന്നത്. ഡിഫൻസ് വരുന്നുണ്ട്, ലോ ആൻഡ് ഓർഡർ വരുന്നുണ്ട്, പബ്ലിക് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള സേവനങ്ങളായിരിക്കും കിട്ടുന്നത്. അപ്പം ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് നോൺ എക്സ്ക്ലൂഡബിൾ, അതുപോലെ തന്നെ നോൺ റിവൽ ആണ്. ഓക്കെ, നോൺ എക്സ്ക്ലൂഡബിൾ ആൻഡ് നോൺ റിവൽ ആണ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ ആർമി ഇന്ത്യയെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് എന്നെയും നിങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്നുണ്ടെന്നാണ്. ഞാനോ നിങ്ങളോ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആവുന്നില്ല. ഞാനോ നിങ്ങളോ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആവുന്നില്ല. അപ്പൊ ഗവൺമെന്റ് ഒരു സേവനം കൊടുക്കുന്ന സമയത്ത് അത് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ മാറ്റി വെച്ചുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യാറില്ല, ഗവൺമെന്റ് സേവനങ്ങൾ കൊടുക്കാറില്ല. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ റിസർവേഷൻ വരുന്നുണ്ട്, അതൊരു ഡിഫറെന്റ് കേസാണ്. ഓക്കെ, അതൊരു ഡിഫറെന്റ് കേസാണ്, സ്പെഷ്യൽ കേസാണ്. അതല്ലാതെ ഗവൺമെന്റിന്റെ എല്ലാ സർവീസുകളും എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അവിടെ നോൺ റിവൽ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനോട് കോമ്പീറ്റ് ചെയ്യാത്ത രൂപത്തിലാണ്. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് പ്രൈവറ്റ് ഓർഗനൈസേഷൻസിൽ കാണാൻ പറ്റും. എക്സ്ക്ലൂഡബിൾ ആണ്, അതുപോലെ തന്നെ റിവൽ സർവീസസ് ആണ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഇപ്പൊ ഇതുപോലെ സെക്രട്ടറി അസിസ്റ്റൻസിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഫ്രീ ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗവൺമെന്റ് സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും, യൂട്യൂബിലുള്ള എല്ലാവർക്കും വന്നിട്ട് എന്ത് ചെയ്യാം? ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾ പേയ്മെന്റ് കൊടുക്കണം. പേയ്മെന്റ് കൊടുക്കാത്ത ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എന്താണ്? അവിടെ ചില ആൾക്കാർ എക്സ്ക്ലൂഡഡ് ആയി, ചില ആൾക്കാർ എന്ത് ചെയ്തു? ഇൻക്ലൂഡഡ് ആയി. അപ്പം ആർക്ക് സേവനം ആർക്ക് സേവനം കൊടുക്കണം എന്നുള്ളത് ഇതിന്റെ ബേസിൽ തീരുമാനിക്കാം. ഓക്കെ, ഇതൊന്നും മോശമാണെന്നോ തെറ്റാണെന്നുള്ള അതൊന്നും പാടില്ല. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് വേണം. കാരണം ജോബ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ഓർഗനൈസേഷൻസ്, ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇവിടെ എക്സിസ്റ്റ് ചെയ്ത് പോകണം. ഓക്കെ, എന്നാൽ അതേസമയം ഇതിനൊന്നും ഇപ്പം പേയ്മെന്റ് അടയ്ക്കാൻ കഴിയാത്ത അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കും അവരുടേതായിട്ടുള്ള ചില ബെനിഫിറ്റുകൾ, കാര്യങ്ങൾ കിട്ടണം. അപ്പം എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഫ്രീ ആയിട്ടുള്ള സർവീസസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്, പെയ്ഡ് ആയിട്ടുള്ള സർവീസസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഒരു കമ്പാരിസണോ കാര്യമല്ല, അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇവിടെ വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ എക്സ്ക്ലൂഡഡ് ആണ്, ചില കാര്യങ്ങൾ എന്താണ്? റിവൽ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അതായത് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷന്റെ കേസിൽ വരുന്നുണ്ട്. അപ്പം അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ചിലപ്പം ഇതേപോലെ തന്നെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു കമ്പാരിസൺ, അതായത് പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ് ഒരു കമ്പാരിസൺ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഈ നോൺ എക്സ്ക്ലൂഡബിൾ, നോൺ റിവൽ ആണ്. ഇതിന്റെ ബേസിലായിരിക്കും. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, നോൺ റിവൽ ആണ്. എന്നാൽ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ എക്സ്ക്ലൂഡബിൾ ആണ്, അതുപോലെ തന്നെ റിവൽ ആണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതിനടുത്തത് ട്രാൻസ്പെറൻസി. ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എൻറ്റയർലി ട്രാൻസ്പെറന്റ് ആയിട്ടായിരിക്കണം റൺ ചെയ്യേണ്ടത്. അങ്ങനെയാണോ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡിഫറെന്റ് കേസാണ്. എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറന്റ് ആയിട്ടല്ല റൺ ചെയ്യുന്നത്, പക്ഷെ അങ്ങനെ ആയിരിക്കണം. കാരണം ജനങ്ങളുടെ, ഇപ്പം എൻ്റെ പണം ഉപയോഗിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് എന്തിനെല്ലാം വേണ്ടിയിട്ട് വിനിയോഗിച്ചു, എങ്ങനെയെല്ലാം വിനിയോഗിച്ചു, അതിന്റെ എൻഡ് റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളത് എനിക്കറിയാൻ പറ്റണം. കാരണം ആ ഗവൺമെന്റ് വിനിയോഗിക്കുന്ന 1 രൂപയാണെങ്കിൽ ആ 1 രൂപയിൽ എൻ്റെ ടാക്സിന്റെ എമൗണ്ട് ഉണ്ട്. ചിലപ്പോൾ അത് 0.00001 പൈസ ആയിരിക്കാം. ഓക്കെ, ഷെയർ വൈസ് നോക്കുന്ന സമയത്ത്. ബട്ട് അതിന്റെ എൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അത് അറിയണം. ഇപ്പൊ ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യേണ്ടത് ബേസ്ഡ് അപ്പോൺ ദ ട്രാൻസ്പെറൻസി, സുതാര്യമായിട്ടായിരിക്കണം ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യേണ്ടത്.
എന്നാൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ, ഇപ്പം ഞാൻ പണം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നുണ്ട്. ഞാൻ അടുത്ത വർഷം ഒരു പുതിയ പ്രോജക്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. അതൊരിക്കലും ഞാൻ നിങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ പബ്ലിക്കിനോ അറിയിക്കേണ്ട. കാരണം അത് സീക്രട്ട് ആയിട്ട് നടത്തുന്ന സമയത്തായിരിക്കും എനിക്ക് പലപ്പോഴും അതിൽ നിന്നുള്ള പ്രോഫിറ്റ് ബെനിഫിറ്റ് കിട്ടുക. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഞാൻ ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരും ചിലപ്പോൾ എന്ത് ചെയ്യാം, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ പുതിയ ബിസിനസ്, എൻ്റെ ബിസിനസ്സിന്റെ സാധ്യത ഇല്ലാതാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാർ അവർ കുറെ കൂടെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യും. അവരുടെ പ്രൊഡക്റ്റിന്റെ സീക്രസി, ഇപ്പൊ നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും കൊക്കക്കോളയുടെ ഫോർമുല, അത് അവർ വളരെ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്താണ്. അപ്പൊ അങ്ങനെയുള്ള സീക്രസികൾ പലതും പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻസിൽ നമുക്ക് കാണാൻ പറ്റും. അത് ലെസ് ട്രാൻസ്പെറന്റ് ആണ്. ഡിസിഷൻസ് മേ റിമെയിൻ ഇന്റേണൽ. അതുപോലെ തന്നെ ഇറ്റ് എക്സെപ്റ്റ് മാൻഡേറ്ററി ഡിസ്ക്ലോഷർ. മാൻഡേറ്ററി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള കാര്യങ്ങൾ പുറത്ത് പോയി പറയാനോ ഒന്നും പറ്റില്ല. ഇപ്പം ഈവൻ വാട്സപ്പ്, അതുപോലെ തന്നെ ഗൂഗിൾ, അതുപോലെ ആപ്പിൾ, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക് ഭീമന്മാർ, അവർ നമ്മളുടെ യൂസർ ഡാറ്റ എന്ത് ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്യുന്നുണ്ടോ, ഇറേസ് ചെയ്ത് കളയുന്നുണ്ടോ, അതല്ലെങ്കിൽ അവരുടെ മെഷീൻസിനെ ലേൺ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, ഇതിനെക്കുറിച്ചൊന്നും ഒരു ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ അതൊക്കെ ഒരു സീക്രസിയിലാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. അത് തന്നെയാണ് സാധാരണ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യാറുള്ളത്. അതൊന്ന് ഓർത്ത് വെക്കുക. അടുത്തത് ലീഗൽ ഫ്രെയിംവർക്ക് ആണ്. അതായത് നിയമ സംഹിത അല്ലെങ്കിൽ എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഓർഗനൈസേഷൻസും ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത്. ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് ചിലപ്പോൾ ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് ചിലപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരിക്കാം, ചിലപ്പോൾ ഒരു ലീഗൽ ബോഡി ആയിരിക്കാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കാം, ചിലപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ബോഡി ആയിരിക്കാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ത്രൂ ആൻ ഓർഡർ ക്രിയേറ്റ് ചെയ്ത ഒരു ബോഡി ആയിരിക്കാം. ഇങ്ങനെ ഡിഫറെന്റ് രൂപത്തിലേക്ക് എന്ത് ചെയ്യാം, പബ്ലിക് ഓർഗനൈസേഷൻസ് രൂപം കൊള്ളാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CAG അണ്ടർ ആർട്ടിക്കിൾ 148, അതൊരു പബ്ലിക് ഓർഗനൈസേഷൻ ആണ്, ബേസ്ഡ് അപ്പോൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ അതെന്താണ്, ഒരു ഓഫീസാണ്, ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ്, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എന്നാൽ സോണൽ കൗൺസിൽസ് ഒരു ഓർഗനൈസേഷണൽ ബോഡിയാണ്. പക്ഷേ സോണൽ കൗൺസിൽസ് 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിന്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ അതെന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇനി അതല്ലെങ്കിൽ ചിലത് എക്സിക്യൂട്ടീവ് ബോഡീസ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതിന് പ്രത്യേകിച്ച് നിയമോ കാര്യങ്ങളോ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലാതെ എക്സിക്യൂട്ടീവ് ആക്ഷൻസിന്റെ ബേസിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിളിലേക്ക് BSNL പോലെയുള്ള ടെലികോം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് ഗവൺമെന്റിന്റെ ഓർഡർ ബേസിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഡിഫറെന്റ് രൂപത്തിലേക്ക് ഗവൺമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം വരുന്നതും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അണ്ടറിൽ തന്നെയാണ്. എന്നാൽ ഒരു പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടിസ്ഥാനമായിട്ടുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് കമ്പനി ലോ. ഇഫ് ഐ എം കറക്റ്റ് 2013 കമ്പനി ലോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ കോൺട്രാക്ടിന്റെ ബേസിലായിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് റെഗുലേഷൻസ്, അതിന്റെയൊക്കെ ബേസിലായിരിക്കും ഒരു കമ്പനി രജിസ്റ്റേർഡ് ആവുന്നത് അല്ലെങ്കിൽ ഒരു കമ്പനി ക്രിയേറ്റഡ് ആവുന്നത്. അപ്പോൾ ഗവൺമെന്റ് നിർമ്മിച്ചിട്ടുള്ള ഇത്തരം നിയമങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് മാത്രമേ ഒരു കമ്പനികൾക്ക് രൂപീകൃതമാകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. സോ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു ആസ്പെക്ട്, ഈ ഡിഫറൻസ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിന്റെ തിയറീസിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കാം. ഇതിലാദ്യം വരുന്നതാണ് സ്റ്റെബിലിറ്റി. അതായത് ഏതാണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് ജനങ്ങളുടെ അടുത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ടാക്സ് കിട്ടും, പ്രോഫിറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി നഷ്ടമാണെങ്കിൽ പോലും ഖജനാവിൽ നിന്ന് ഫണ്ട് ചെയ്തുകൊണ്ട് ആ സ്ഥാപനത്തിന് വീണ്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ KSRTC പല സമയത്തും നമ്മൾ കേട്ടതാണ് KSRTC നഷ്ടത്തിലാണ് ലാഭത്തിലാക്കണം എന്നുള്ളത്. ബട്ട് ഇതിന്റെ മാനേജ്മെന്റ് ഒക്കെ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവും, ഇത് എന്തുകൊണ്ടാണ് നഷ്ടത്തിലാവുന്നത് എന്നുള്ളത്. പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കൃത്യമായിട്ട്. ഇപ്പം നമ്മൾ പറയാറില്ലേ, കാട്ടിലെ തടി തേവരുടെ ആന എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ആരാന്റെയോ പണമാണ് അത് തോന്നുന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സിനാരിയോ ആണ്. ബട്ട് അതൊന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി KSRTC പ്രോഫിറ്റബിൾ ആവും, അത് വരുമാനത്തിലേക്ക് വരും. ബട്ട് കറന്റ് അതെന്താണ്, നഷ്ടത്തിലാണ്. പക്ഷെ അത് ക്ലോസ് ആവുന്നില്ല, ഷട്ട് ഡൗൺ ആവുന്നില്ല, ഇപ്പോഴും അത് റൺ ചെയ്യുന്നുണ്ട്. അപ്പം ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ. അപ്പോൾ KSRTC സ്റ്റേബിൾ ആവാൻ കാരണം അതൊരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അതൊരു പബ്ലിക് ഓർഗനൈസേഷൻ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു പബ്ലിക് ഓർഗനൈസേഷൻ മോർ സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ഓഫ് ദി സർവീസ് ഉണ്ടായിരിക്കും. ഇപ്പോഴും നമ്മൾ KSRTC യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ KSRTC ആരംഭിച്ച കാലം മുതൽ, ഇഫ് ഐ എം കറക്റ്റ് 1968 കാലഘട്ടത്തിൽ അങ്ങാണ്ടാണ് KSRTC ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ KSRTC കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. 1968 മുമ്പ് അത് ട്രാവൻകൂർ ഡെവലപ്മെന്റ് സർവീസ് ആയിട്ട് അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഒരു സംവിധാനമായിരുന്നു KSRTC. അത് പിന്നീട് ഗവൺമെന്റ് ഏറ്റെടുത്തതിന് ശേഷമാണ് KSRTC ആയിട്ട് മാറുന്നത്. യെസ്. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് വരുന്ന സമയത്ത് ട്രാവൻകൂർ ഡെവലപ്മെന്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെയായിരുന്നു അതിന് മുമ്പ് ഉണ്ടായിരുന്നത്. ഇനി ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മോർ സ്റ്റേബിൾ ആണ്. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ഓഫ് ദി സർവീസ് വരുന്നുണ്ട്, ഇന്നും അത് തുടർന്ന് പോകുന്നുണ്ട്.
അതുപോലെ തന്നെ വരുന്നതാണ് റിഗാർഡ്ലെസ് ഓഫ് ദി പൊളിറ്റിക്കൽ ചേഞ്ച്. അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന ചേഞ്ചസ് ഒന്നും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബാധിക്കാറില്ല. ചിലത് ബാധിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലാനിംഗ് കമ്മീഷൻ, അതുവരെ പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു. എന്നാൽ BJP ഗവൺമെന്റ് വന്നതോട് കൂടിയിട്ട് ആ ഒരു കാര്യം ഇല്ലാതാക്കി നീതി ആയോഗ് വന്നു. അപ്പോൾ ചിലത് അങ്ങനെ അവസാനിക്കാറുണ്ട്. എന്നാലും പ്ലാനിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ആ ബോഡിയുടെ പേര് മാറ്റി ചില ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും പ്ലാനിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വെക്കുക. ഇതിനടുത്തതാണ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് അത് ലെസ് സ്റ്റേബിൾ ആണ്. പലതും പൂട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീസെന്റ് പൂട്ടിപ്പോയിട്ടുള്ള ബൈജൂസ്. ഓക്കെ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫോർഡ്, അവരവരുടെ കച്ചവടം നിർത്തി. അതുപോലെ തന്നെ കുറച്ചു കാലം മുമ്പുണ്ടായിരുന്നതായിരുന്നു എയർസെൽ, ഡോകോമോ. അപ്പോൾ ജിയോയുടെ കടന്നുവരവോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള പല കമ്പനികളും കൂട്ടി. അപ്പോൾ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് പലതിൻ്റെയും പ്രൊഡക്ഷൻ നിർത്തേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ അതേപോലെ നിർത്തിയിട്ടുള്ള പലതും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പണ്ട് ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നതായിരുന്നു അംബാസിഡർ കാറുകൾ, അതിന്റെ പ്രൊഡക്ഷൻ ഗവൺമെന്റ് നിർത്തി. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ, അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നിർത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവിടെ നഷ്ടമാണെങ്കിൽ പോലും അത് റൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ കൂടുതൽ കാലം തുടർന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒരു സാധ്യതയില്ല. അത് നഷ്ടത്തിലേക്കാണെങ്കിൽ അത് ഷട്ട് ഡൗൺ ആകും. ഓക്കെ, അതിന് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ വരുന്നതാണ് സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. മാർക്കറ്റ് റിസ്ക് കൂടുതലാണെങ്കിൽ അവരത് കണ്ടിന്യൂ ചെയ്യില്ല. അവരത് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ കോമ്പറ്റീഷനും പ്രോഫിറ്റബിലിറ്റിയും ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കോമ്പറ്റീഷൻ കൂടുതലാണെങ്കിൽ ആ സെഗ്മെന്റിലേക്ക് പിന്നെ ആരും വരില്ല. അപ്പം ഫോർ എക്സാമ്പിൾ ഡോകോമോ, എയർസെൽ, ജിയോ വന്ന സമയത്ത് കോമ്പറ്റീഷൻ കൂടി, അതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, അവർക്ക് നിർത്തേണ്ടതായിട്ട് വന്നു. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പ്രോഫിറ്റ് കുറയുന്ന സമയത്ത് പലതും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നിർത്തേണ്ടതായിട്ട് വരും. അങ്ങനെ പല ഓർഗനൈസേഷൻസും പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഷട്ട് ഡൗൺ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനടുത്തതാണ് ലീഡർഷിപ്പ് സ്റ്റൈൽ. ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ ലീഡർഷിപ്പ് മോസ്റ്റ്ലി ബ്യൂറോക്രാറ്റ് ആയിരിക്കും. അതൊരു ഹൈറാർക്കിയൽ സിസ്റ്റം ആയിരിക്കും. ഈ ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഹൈറാർക്കിയൽ ആണ്. അതുപോലെ തന്നെ റൂൾ ബൗണ്ട് ആണ്. കൃത്യമായിട്ടുള്ള നിയമം ഉണ്ടായിരിക്കും. ഇപ്പം ഒരു പേപ്പർ നീങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ത്രൂ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഡിഫറെൻറ്റ് ആളുകൾ കണ്ടതിന് ശേഷമായിരിക്കും അത് ഫൈനലായിട്ട് എന്ത് ചെയ്യുന്നത്, നമുക്കത് അപ്രൂവ് ആയിട്ട് കിട്ടുന്നത്. അപ്പം അത് ആ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ആ പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഒരു കാര്യം ചെയ്ത് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഇസ് മോർ ഫ്ലെക്സിബിൾ ആണ്, ഇന്നോവേറ്റീവ് ആണ്, മാനേജീരിയൽ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ്, കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്. ഇതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്, അതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നില്ല, അത് പറയുന്നില്ല. അടുത്തത് റിസ്ക് ടേക്കിംഗ്. അപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചുകൊണ്ട് റിസ്ക് അവേഴ്സ് ആണ്. ഓക്കെ, റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സാധാരണ ശ്രമിക്കാറില്ല. കാരണം അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് അത് നഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ അതിനെ ചോദ്യം ചെയ്യും. ഓക്കെ, ഇപ്പം ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ, ഓക്കെ, മറ്റത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് ഉണ്ട്. ആ ഗ്രാമപഞ്ചായത്ത് ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുകയും അദ്ദേഹം പിന്നീട് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് മുമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു മറ്റത്തൂർ മട്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അരി. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇനീഷ്യേറ്റീവ് ഗവൺമെന്റ് എടുക്കുന്ന സമയത്ത് അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ, അതിൽ നിന്ന് നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അത് ചോദ്യം ചെയ്യും. ഓക്കെ, ജനങ്ങൾ അത് ചോദ്യം ചെയ്യണം, പക്ഷെ നമ്മളത് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത് അതൊരു വൈരുദ്ധ്യം. ഓക്കെ, അപ്പോൾ അത് ഗവൺമെന്റിന്റെ കഴിവുകേടല്ല, നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ കഴിവുകേടായിട്ട് നമ്മൾ അത് മനസ്സിലാക്കുക. ഗവൺമെന്റിന്റെ പോരായ്മകളെ, വീക്ക്നെസ്സിനെ നമ്മൾ ചോദ്യം ചെയ്യാത്തത് നമ്മുടെ കഴിവുകേടാണ്. യെസ്, കമ്മിങ് ടു ദ പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളും മാധ്യമങ്ങളും ഇത് ചോദ്യം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റ് റിസ്ക് അവേഴ്സ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവില്ല. ഓക്കെ, റിസ്ക് എടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവില്ല. എന്നാൽ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് ഹയർ റിസ്ക് ടേക്കിംഗ് ആണ് ഇൻ ഓർഡർ ടു മാക്സിമൈസ് പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. അപ്പോൾ നിങ്ങൾ നോക്കുക, അംബാനി വന്ന് ഏകദേശം 6 മാസക്കാലം ഫ്രീ ആയിട്ട് എല്ലാവർക്കും 4G അതുപോലെ തന്നെ 5G ഇന്റർനെറ്റ് കണക്ഷൻസ് കൊടുത്തു. അപ്പോൾ അതൊരു റിസ്ക് ആണ്. അത്രയും കാലം പ്രോഫിറ്റ് ഇല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ, ഒരു സ്ഥാപനത്തിനെ, ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതൊരു ഹ്യൂജ് ലോസ് ആണ്. പക്ഷെ അതൊരു റിസ്ക് ആണ്. ആ റിസ്ക് ഏറ്റെടുത്തു, പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്തു. ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ടെലികോം സെക്ടറിന്റെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ടെലികോം സെക്ടർ ആയിട്ട് ജിയോ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതേ കാര്യം അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അപ്പം അവർ റിസ്ക് എടുക്കും, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യും, മോണോപ്പൊളൈസ് ചെയ്യും. ഓക്കെ, മോണോപ്പൊളൈസ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിയിൽ അവർ മാത്രമായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. ആ ഒരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, ദെൻ അടുത്തതാണ് പെർഫോമൻസ് മെഷർ.
അപ്പോൾ ഒരു ഒരു പബ്ലിക് ഓർഗനൈസേഷൻസിലേക്ക് വരുന്ന സമയത്ത് എഫക്റ്റീവ്നെസ് ഇൻ അച്ചീവിങ് പോളിസി ഗോൾസ്, അതുപോലെ തന്നെ പബ്ലിക് സാറ്റിസ്ഫാക്ഷൻ, സോഷ്യൽ ഇമ്പാക്ട്, ഈ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു ഗവൺമെന്റ് ഫോളോ ചെയ്യാറ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റുകൾ ഫോളോ ചെയ്യുന്നത് പോപ്പുലിസ്റ്റ് പോളിസീസ് ആണ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സമയത്ത് പലപ്പോഴും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു 6-7 മാസം മുമ്പൊക്കെ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുഡ്സ് സെല് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി നമ്മളിത് കാണാറുള്ളത് തമിഴ്നാട്ടിലാണ്. അതായത് ജനങ്ങൾക്ക് TV കൊടുക്കും, വാഷിംഗ് മെഷീൻസ് കൊടുക്കും, ലാപ്ടോപ്പ് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ ഗുഡ്സ് കൊടുക്കും. അതിന് മറ്റൊരു പർപ്പസ് ഉണ്ട്. ഇങ്ങനെ ഗുഡ്സ് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ടെൻഡർ വിളിക്കാതൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ഗുഡ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഗവൺമെന്റ് അല്ലെങ്കിൽ ഓഫീസേഴ്സിന് മന്ത്രിമാർക്ക് കമ്മീഷൻ അടിക്കാം എന്നുള്ളത് കൊണ്ട് അവരത് പ്രിഫർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഗുഡ്സ് കൊടുക്കും. പലപ്പോഴും ഇത് ലോ ക്വാളിറ്റി ഗുഡ്സ് ആയിരിക്കും, ടെൻഡർ വിളിക്കാതെ എടുത്തതായത് കൊണ്ട് തന്നെ, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ചെക്ക് ഇല്ലാതെ എടുത്തത് കൊണ്ട് പലപ്പോഴും ഇത് ലോ ക്വാളിറ്റിയിൽ വരുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും ഇത് യൂസ്ഫുൾ അല്ലാതെ വരും, ഉപയോഗിക്കാൻ കഴിയാതെ വരും. അത് അവരവിടെ ഇടുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ അതെന്ത് ചെയ്തു, അത്രയും റിസോഴ്സസ് വേസ്റ്റ് ആയി, കോടിക്കണക്കിന് രൂപ വേസ്റ്റ് ആയി. എന്നാൽ ആ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് ഒരു റോഡ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ, ഒരു സ്കൂൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ, അതുപോലെ തന്നെ ഒരു ഹെൽത്ത് കെയർ സെന്റർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് ഒരുപാട് ആളുകൾക്ക് ബെനിഫിറ്റ് ആയിട്ട് മാറിയനെ. ഒരുപാട് ആളുകൾക്ക് ബെനിഫിറ്റ് ആയി. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചറിന് പകരം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ലോങ് ടേം ഇമ്പാക്ട് ഉണ്ടായേനെ, ഫ്യൂച്ചറിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടായേനെ, അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയേനെ. പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും ചെയ്യുന്നില്ല. അപ്പം അതിന് വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട്. അവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നത് ജനങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടുന്ന സമയത്ത് അവർ സാറ്റിസ്ഫൈഡ് ആവും, അവർക്കൊരു പ്ലഷർ വരും. ഒരു TV കിട്ടി, ഒരു ഇൻഡക്ഷൻ കുക്കർ കിട്ടി, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് കിട്ടി, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡൺ. ഓക്കെ, അതല്ലാതെ പിന്നീട് അവിടുത്തെ റോഡിന്റെ അവസ്ഥയാണ്, ഹെൽത്ത് കെയറിന്റെ അവസ്ഥ എന്താണ്, അതല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ അവസ്ഥ എന്താണ്, ഇതൊന്നും ചോദ്യം ചെയ്യാൻ ആളുകൾ വരുന്നില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു ഗുഡ്സ് കൊടുത്തിട്ട് ജനങ്ങൾ എന്ത് ചെയ്യുക, തൃപ്തിപ്പെടുത്തുക എന്നുള്ളത്. ഇന്ന് അതിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ദാറ്റ്സ് എ ഗുഡ് സൈൻ. അതുപോലെ തന്നെ വരുന്നതാണ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് പ്രോഫിറ്റബിലിറ്റി, എഫിഷ്യൻസി, മാർക്കറ്റ് ഷെയർ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ ഒരു കമ്പനി നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജിയോ നോക്കുന്നത് കഴിഞ്ഞ വർഷം 20% കസ്റ്റമേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ 20% ടെലികോം യൂസേഴ്സ് ജിയോയിലായിരുന്നു. ഈ വർഷം അത് 22 അപ്പോൾ അത് ഗ്രോത്ത് ആണ്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്തു, കമ്പനി അച്ചീവ് ചെയ്തു, കമ്പനിയുടെ അച്ചീവ്മെന്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും. എന്നാൽ അത് 18% കുറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഫെയിലിയർ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ, ഈ വർഷത്തെ ടേൺ ഓവർ, കഴിഞ്ഞ വർഷം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 GB ഡാറ്റ പാക്ക് 84 ദിവസത്തേക്ക് 599 രൂപയായിരുന്നു. ഈ വർഷം അത് കൂട്ടി 899 രൂപയാക്കി. അപ്പോൾ എന്തെങ്കിലും പ്രോഫിറ്റിൽ ടേൺ ഓവർ ഉണ്ട്. സോ ദേ ക്യാൻ എൻജോയ്. ഓക്കെ, സോ ഇതാണ് കൂടുതലായിട്ടും പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുന്നത്. ഓക്കെ, അവിടെ എന്തുണ്ട്, പ്രോഫിറ്റബിലിറ്റി, എഫിഷ്യൻസി, അതുപോലെ മാർക്കറ്റ് ഷെയർ, കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നോക്കുന്നത്. ഓക്കെ, ഇതിലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇന്നുള്ള കമ്പനികൾ നോക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. ഓക്കെ, എസ്പെഷ്യലി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോണിൽ നോക്കുന്ന സമയത്ത് ഗ്രീൻ ലൈൻ പലപ്പോഴും മാറി കിട്ടാത്ത ഇഷ്യൂസ്, അല്ലെങ്കിൽ മാറി കിട്ടാൻ ഡിലേ വരുന്ന ഇഷ്യൂസ്, അതിന് സ്വന്തം കയ്യിൽ നിന്ന് പണം കൊടുക്കേണ്ട ഇഷ്യൂസ്, അങ്ങനെ പലതും വരുന്നുണ്ട്. ദെൻ ഈവൻ ജിയോ അടക്കമുള്ള കമ്പനീസ് 5G എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നെറ്റ്വർക്ക് തരുന്നുണ്ട്. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പോഴും 3G+ അല്ലെങ്കിൽ 4G കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവൽ ഓഫ് സ്പീഡുകളാണ് പലപ്പോഴും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് പല കമ്പനീസും പുവർ പെർഫോമൻസ് ആണ്. ഓക്കെ, ബട്ട് ആക്ച്വലി അവർ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ ആണ്, ആസ് പെർ തിയറി. ഓക്കെ, ഇതിനടുത്തത് എക്സാമ്പിൾസ്. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ്, ടെലികോം ഡിപ്പാർട്ട്മെന്റ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് അറ്റോമിക് ഡിപ്പാർട്ട്മെന്റ്സ്, ഓക്കെ, സ്പേസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ പോലീസ്, മുനിസിപ്പൽ ബോഡീസ്, പബ്ലിക് ഹോസ്പിറ്റൽസ്, ഓക്കെ, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, ഇതൊക്കെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ദെൻ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻസിലേക്ക് വരുന്ന സമയത്ത് റിലയൻസ് ഇൻഡസ്ട്രീസ്, ഓക്കെ, അതുപോലെ തന്നെ ഇൻഫോസിസ്, ടാറ്റ ഗ്രൂപ്പ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് സ്കൂൾസ്, ഇതെല്ലാം ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇവിടെയൊക്കെ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എല്ലാ ഫീൽഡിലും ഉള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഹെർബർട്ട് എ സൈമൺ, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഈ പഠിച്ച ഓരോ കാര്യവും ഇനി ഓരോരുത്തരുടെ തിയറി ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണെന്ന്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ആ കാര്യം പറഞ്ഞു വെച്ചത്. അത് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള തിയറീസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഒരിക്കലും നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞതല്ല. ഇതൊക്കെ നമുക്ക് ഇനി തിയറി ആയിട്ട് പഠിക്കാനുണ്ട്. അതിൽ ആദ്യം പബ്ലിക് ഓർഗനൈസേഷൻ വേഴ്സസ് പ്രൈവറ്റ് ഓർഗനൈസേഷൻ എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്നതിന് ഹെർബർട്ട് എ സൈമൺ നമുക്കൊരു ഡെഫിനിഷൻ തരുന്നുണ്ട്. അല്ലെങ്കിൽ 3 കാര്യങ്ങളുടെ ബേസിൽ പ്രൈവറ്റ് ഓർഗനൈസേഷനെയും പബ്ലിക് ഓർഗനൈസേഷനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം എന്ന് ഹെർബർട്ട് എ സൈമൺ പറയുന്നുണ്ട്.
ഫോർ എക്സാമ്പിൾ പ്രൈവറ്റ് ഓർഗനൈസേഷന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അത് പ്രധാനമായിട്ടും ബിസിനസ് നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ബിസിനസ് ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യുന്നത്. അവിടെ സോഷ്യൽ വെൽഫെയർ ഉണ്ടാവില്ല. സാധനങ്ങൾ വിൽക്കും, അതിന്റെ പണം വാങ്ങും. സർവീസസ് സെല് ചെയ്യും, അതിന്റെ പണം വാങ്ങും. ഓക്കെ, സോ അങ്ങനെ എന്താണോ നൽകുന്നത് അതിന് പണം വാങ്ങിക്കും, കൃത്യമായിട്ടുള്ള പണം വിത്ത് പ്രോഫിറ്റ് വാങ്ങിക്കും. അപ്പോൾ അവിടെ നടക്കുന്നത് ബിസിനസ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, അതെന്താണ്? പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണ്. അതുപോലെ നോൺ പൊളിറ്റിക്കൽ ആയിരിക്കും. അതിൽ രാഷ്ട്രീയമോ രാഷ്ട്രീയക്കാരോ അതിലുണ്ടാവില്ല. അടുത്തതാണ് റെഡ് ടേപ്പ് ഉണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചുവപ്പ് നാട, ഒരു കാര്യം നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് തടസ്സം ഉണ്ടാവില്ല, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഈ 3 കാര്യങ്ങളുടെ ബേസിലാണ് ഹെർബർട്ട് എ സൈമൺ പ്രൈവറ്റ് ഓർഗനൈസേഷനെയും പബ്ലിക് ഓർഗനൈസേഷൻസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തിങ്കേഴ്സും ഡിഫറെന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആയിരിക്കും എടുക്കുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, സോ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണം. അടുത്തത് പബ്ലിക് ഓർഗനൈസേഷൻസിലേക്ക് വരുന്ന സമയത്ത് ഹെർബർട്ട് എ സൈമൺ അദ്ദേഹം പറയുന്നത് അത് ബ്യൂറോക്രാറ്റിക് ആണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് അതിലുണ്ടായിരിക്കും, രാഷ്ട്രീയ ഇടപെടലുകൾ അതിലുണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ KSRTC നോക്കാം. KSRTCയിലെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ യൂണിയന് അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ് ടേപ്പ് വരുന്നുണ്ട്, ചുവപ്പ് നാട. പല കാര്യങ്ങളും മുന്നോട്ടേക്ക് നീങ്ങി കിട്ടാൻ നമുക്ക് ഒരുപാട് കാലതാമസമാണ്, ഒരുപാട് ടൈം എടുക്കും, ഒരുപാട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണ കാണുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷേ ഇത് ആര് പറഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത്. ഹെർബർട്ട് എ സൈമൺ ആണ് ഈ 3 കാര്യങ്ങളുടെ ബേസിൽ പബ്ലിക് ഓർഗനൈസേഷനെയും പ്രൈവറ്റ് ഓർഗനൈസേഷൻസിനെയും 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആസ് യു ക്യാൻ സി റെഡ് ടേപ്പ് കാരണം ഒരുപാട് ഫയലുകൾ നീങ്ങാതെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വെക്കാം. അടുത്തത് പ്രധാനപ്പെട്ട മറ്റൊരു ഡെഫിനിഷൻ ആണ്. അതായത് ഗവൺമെന്റ് ഇസ് ആൾസോ ഡിഫറെന്റ് ഫ്രം ദ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആസ് നോ പ്രൈവറ്റ് കമ്പനി ക്യാൻ ഈക്വൽ ടു ഇറ്റ് ഇൻ സൈസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ആക്ടിവിറ്റി. അപ്പം ഫെലിക്സ് എ നീഗ്രോ, ഓക്കെ, ഫെലിക്സ് എ നീഗ്രോ, സോ അദ്ദേഹം പറയുന്നത് ഡൈവേഴ്സിറ്റി ഓഫ് ദി ആക്ടിവിറ്റി അതുപോലെ സൈസ് ഇതിന്റെ ബേസിലാണ് ഒന്ന് പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഗവൺമെന്റ് സ്ഥാപനം, ഇപ്പൊ റെയിൽവേ, ഡിഫൻസ്, ഓക്കെ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷൻസ്, ഓക്കെ, ഈവൻ എഡ്യൂക്കേഷനിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ എഡ്യൂക്കേഷൻ, ലീഗൽ എഡ്യൂക്കേഷൻസ്, മാനേജ്മെന്റ് എഡ്യൂക്കേഷൻസ്, എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻസ്, റിസർച്ച് എഡ്യൂക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ IASC, ഓക്കെ, ഐസർ, നൈസർ, ഓക്കെ, അതുപോലെ IIST, സ്പേസ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട് IIST, ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് റൺ ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. അപ്പോൾ അവരുടെ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് സൈസ് ആണ്. ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ മാത്രം എടുക്കുന്ന സമയത്ത് ഏകദേശം 9 ലക്ഷം കോടിക്ക് മുകളിലാണ് നമ്മുടെ കേരള ഗവൺമെന്റ്. ഓക്കെ, അതായത് GSDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഹ്യൂജ് സൈസ് അത് വരുന്നുണ്ട്. ഗവൺമെന്റിന്റെ ടാക്സ് റവന്യൂ നോക്കുന്ന സമയത്തും ലക്ഷക്കണക്കിന് കോടി രൂപയായിരിക്കും. 20 ലക്ഷം കോടിക്ക് മുകളിലാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ബഡ്ജറ്റുകൾ പല സമയത്തും വരുന്നത്. ഓക്കെ, 20 ലക്ഷം കോടിക്ക് മുകളിലാണ് ബഡ്ജറ്റ് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നതും ഡൈവേഴ്സ് ആണ്. ഒരുപാട് കാര്യം ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നത് ടാറ്റ ഗ്രൂപ്പാണ്. എന്നാൽ ആ ടാറ്റ ഗ്രൂപ്പിനേക്കാൾ കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റി ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡൈവേഴ്സിറ്റി കൂടുതൽ ഗവൺമെന്റിലാണ്. ഓക്കെ, ടാറ്റ ഗ്രൂപ്പിന് ഏകദേശം 40-50ഓളം ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പനീസ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫീൽഡിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡൈവേഴ്സിറ്റി കൂടുതൽ ഗവൺമെന്റിന്റെ സെക്ടറിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന് തന്നെയാണ് കൂടുതൽ ഡൈവേഴ്സിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഡൈവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ സൈസിന്റെയും കമ്പാരിസണിലാണ് ഫെലിക്സ് എ നീഗ്രോ അദ്ദേഹം പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ എന്നുള്ള ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, ഇപ്പം ആപ്പിളിനാണോ അതല്ലെങ്കിൽ സ്പേസ് എക്സ് അല്ലെങ്കിൽ ലൈക്ക് ടെസ്ല. ഓക്കെ, അപ്പൊ ഈ കമ്പനികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇന്ത്യ എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പൊ ഇന്ത്യയേക്കാൾ വലിയ അല്ലെങ്കിൽ ഇന്ത്യയേക്കാൾ ഒരുപാട് ടേൺ ഓവർ അല്ലെങ്കിൽ മാനേജ്മെന്റ്, റിസോഴ്സ് മാനേജ്മെന്റ് വരുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ പല പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും ഉണ്ട്. ഓക്കെ, സോ അതൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാലും ഫെലിക്സ് എ നീഗ്രോ പറഞ്ഞ ഈ ഒരു ഡെഫിനിഷൻസിനെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിൽ ഡിഫറെന്റ് ആയിരുന്നു, ബിസിനസ് ആക്ടിവിറ്റി ആണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഡ്രിവൺ ആയിട്ട് അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ റെഡ് ടേപ്പിസം, ബ്യൂറോക്രസി ഇതിന്റെയൊക്കെ ബേസിലായിരുന്നു തൊട്ട് മുമ്പ്. ഓക്കെ, ഹെർബർട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നീഗ്രോയിലേക്ക് വരുന്ന സമയത്ത് ഫെലിക്സ് എ നീഗ്രോ, ഓക്കെ, അദ്ദേഹത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം സൈസിന്റെയും അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി ഓഫ് ആക്ടിവിറ്റി ഇത് രണ്ടിന്റെയും ബേസിലാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് സർ ജോസായ സ്റ്റാമ്പ്. ഓക്കെ, സർ ജോസായ സ്റ്റാമ്പ് അദ്ദേഹം 4 പ്രിൻസിപ്പിൾസ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, പ്രൈവറ്റ് വേഴ്സസ് പബ്ലിക്കിന്
ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 പ്രിൻസിപ്പിൾസ് കൊണ്ടുവരുന്നുണ്ട്. ഈ പ്രിൻസിപ്പിൾസ് ആരാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കണം. സർ ജോസായി സ്റ്റെംബ് ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റെമ്പിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിഫോമിറ്റി, രണ്ടാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ കൺട്രോൾ, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് മിനിസ്റ്റീരിയൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാർജിനൽ റിട്ടേൺ. ഓക്കെ, സോ നിങ്ങൾ ഇപ്പോൾ ഒരു ഗവൺമെന്റിന്റെ നോർമലി ഗവൺമെന്റിന്റെ ഏത് ഓഫീസ് നിങ്ങൾ പോയിക്കോട്ടെ, അവിടെയൊക്കെ ഒരു യൂണിഫോമിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ താലൂക്ക് ഓഫീസിലായിരിക്കും പോകുന്നത്, അതല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയിലായിരിക്കും, വില്ലേജ് ഓഫീസിലായിരിക്കും. അവിടെയൊക്കെ ഒരു ഹൈറാർക്കി ഉണ്ടാകും. ആ ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചർ സെറ്റപ്പ് അത് എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഗവൺമെന്റ് ആണെങ്കിൽ അങ്ങനെ ഒരു യൂണിഫോമിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ സേവനത്തിൽ എൻറ്റയർലി ഡിഫറൻസ് ഒന്നും കാണാൻ പറ്റില്ല. അതിപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ലോക്കൽ ഗവൺമെന്റ് ആയാലും അവിടെയൊക്കെ സെറ്റപ്പ് ഒരേപോലെ തന്നെയായിരിക്കും കാണുന്നത്. അതിന്റെ സൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ആ ഒരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ് അവിടെ കാണാൻ പറ്റും. എന്നാൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ പോകുന്ന സമയത്ത് അവിടെ ചിലപ്പം എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അതായത് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഓരോന്നും ഡിഫറെന്റ് ആണ്. ഒരു ഹോസ്പിറ്റലിൽ കാണുന്ന സെറ്റപ്പ് ആയിരിക്കില്ല നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കാണുന്നത്. ഓക്കെ, അവിടെ ഉള്ളതായിരിക്കില്ല ഒരു ഹോട്ടലിൽ കാണുന്നത്. ഇനി ഓരോ ഹോട്ടലിലും ഡിഫറെന്റ് ആണ്. ഓക്കെ, അവിടെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഡിഫറൻസ് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു യൂണിഫോമിറ്റി പ്രൈവറ്റ് ഓർഗനൈസേഷൻസിന്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു പബ്ലിക് ഓർഗനൈസേഷൻസിന്റെ കേസിൽ അത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ടതാണ് എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ കൺട്രോൾ. എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ സോഴ്സിംഗും വരുന്നുണ്ട്, കൺട്രോളും വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് ഒരു പബ്ലിക് ഓർഗനൈസേഷൻസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫണ്ടിംഗ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഫണ്ടാണ്, ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള സ്വത്താണ് അവരെടുക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ ടാക്സ് റവന്യൂ, ജനങ്ങളിൽ നിന്നുള്ള നികുതി പണം അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ റൺ ചെയ്യുന്നത്. ഇനി സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അതിന്റെ മുകളിലുള്ള ഫൈനാൻഷ്യൽ കൺട്രോൾ പാർലമെന്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫൈനാൻഷ്യൽ കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റിന്റെ കേസിൽ പാർലമെന്റ് ആണ്. ഓക്കെ, എന്നാൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് നോക്കുന്ന സമയത്ത് അവിടുത്തെ ഫൈനാൻഷ്യൽ കൺട്രോൾ ഇൻവെസ്റ്റർ ആയിരിക്കും ചെയ്യുന്നത്. ആ ഇൻവെസ്റ്റർ ആയിരിക്കും തീരുമാനിക്കുന്നത് എത്ര എമൗണ്ട് ഇതിലേക്ക് കൊടുക്കണം. അപ്പൊ ഞാനാണ് ഓണർ. അപ്പൊ ഞാനായിരിക്കും പറയുന്നത്, ഇപ്പൊ നമ്മുടെ കമ്പനി പുതിയതായിട്ട് ഒരു 4 കാറുകൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന കാറുകൾ മതി, ഇത്ര എമൗണ്ട് മാത്രമേ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ എന്നുള്ളത് ഞാൻ ആസ് എൻ ഇൻവെസ്റ്റർ ഞാൻ തന്നെയായിരിക്കും തീരുമാനിക്കുന്നത്. ഞാനാണ് അതിന്റെ ഓണർ, ഞാനാണ് അതിന്റെ ക്യാപിറ്റൽ കൊടുക്കുന്നത്, ഞാൻ തന്നെയായിരിക്കും അതിന്റെ ഫൈനാൻഷ്യൽ കൺട്രോൾ. ഓക്കെ, എന്നാൽ ഗവൺമെന്റിന്റെ കേസിൽ ഗവൺമെന്റ് ആണ് പണം മുടക്കുന്നത്, എന്നാൽ അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് പാർലമെന്റിനോടാണ്. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ കാണാറുണ്ട്, ഗവൺമെന്റ് 10,000 കോടി ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. എന്നാൽ പാർലമെന്റിന് വേണമെങ്കിൽ പോളിസി കട്ട്, റേറ്റ് കട്ട്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കട്ടുകൾ പാർലമെന്റിൽ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ പൊളിറ്റി പഠിച്ചതാണെങ്കിൽ അവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ എമൗണ്ട് കുറച്ചിട്ട് വേണമെങ്കിൽ 5,000 കോടി രൂപയാക്കിയിട്ട് മാറ്റാം. അപ്പൊ എന്ത് ചെയ്തു? ഗവൺമെന്റ് വിചാരിക്കുന്ന പോലെ ഫണ്ട് എടുക്കാൻ പറ്റുന്നില്ല. പാർലമെന്റ് എന്ത് നൽകുന്നോ, സമ്മതം നൽകുന്നോ അതിനനുസരിച്ചിട്ട് പിന്നീട് എന്ത് ചെയ്യണം? ഫൈനാൻസ് ബില്ല് അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ ബില്ല് അല്ലെങ്കിൽ മണി ബില്ലൊക്കെ പാസ്സാക്കിയാൽ മാത്രമേ ഇവിടെ നിന്ന് എമൗണ്ട് എടുക്കാൻ പറ്റൂ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റൂ. ഓക്കെ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ഏത് പൊളിറ്റിയുടെ ക്ലാസ്സിൽ ഫൈനാൻഷ്യൽ റിലേഷൻസ്, സെൻട്രൽ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ റിലേഷൻസിൽ ഈ 2 പ്രധാനപ്പെട്ട പബ്ലിക് അക്കൗണ്ടുകൾ ഡിസ്കസ് ചെയ്ത സമയത്ത് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇവർക്ക് പണം എടുക്കണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിന്റെ അപ്രൂവൽ വേണം. ആ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഓക്കെ, സോ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ കൺട്രോളും എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ സപ്ലൈയും നടക്കുന്നത് പബ്ലിക് ഓർഗനൈസേഷൻ ഗവൺമെന്റിലാണ്. അടുത്തതാണ് മിനിസ്റ്റീരിയൽ റെസ്പോൺസിബിലിറ്റി. ഓരോ മിനിസ്റ്റേഴ്സും റെസ്പോൺസിബിൾ ആണ്. എന്ത് നടക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് മിനിസ്റ്റീരിയൽ റെസ്പോൺസിബിലിറ്റി അവിടെയുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് മാർജിനൽ റിട്ടേൺ. ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ട് റിട്ടേൺ വേണമെന്നില്ല. അത് വളരെ കുറവായാലും കുഴപ്പമില്ല, ഇനി നഷ്ടത്തിലായാലും കുഴപ്പമില്ല, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മുന്നോട്ടേക്ക് പോകും. എന്നാൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷന് റിട്ടേൺ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഇമ്മീഡിയറ്റ് റിട്ടേൺ ആവില്ല. ഒരു 4 വർഷം കഴിയുമ്പോൾ, 5 വർഷം കഴിയുമ്പോൾ ആ കമ്പനിക്ക് ഉണ്ടാവേണ്ട റിട്ടേൺ അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് എത്രയാണ്, പ്രോഫിറ്റ് ലെവൽ എവിടെയായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ടായിരിക്കും ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന 4 പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ് ഒരു ഓർഗനൈസേഷൻ പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യേണ്ടത് എന്നാണ് സർ ജോസൈ സ്റ്റെംബ് അദ്ദേഹം പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞത് ഓരോ തിങ്കേഴ്സും 2 രൂപത്തിലായിരിക്കും ഇതിനെ ഡിവൈഡ് ചെയ്ത് വെക്കുന്നത്. ഇത് മനസ്സിലാക്കാനാണ് ആദ്യം നമ്മൾ ആ ടേബിൾ വെച്ചിട്ട് ഓരോന്നും കൃത്യമായിട്ട് പഠിച്ചു വെച്ചത്. ഇപ്പോൾ ഈ തിങ്കേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ആ ഒരു സാധനം മാത്രം മനസ്സിലാക്കിയാൽ പെട്ടെന്ന് നമുക്ക് കവർ ചെയ്ത് പോകാം. ആ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ചെയ്തത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഗവൺമെന്റിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഗവൺമെന്റിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഓതോറിറ്റീസ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരെയാണ് നമ്മൾ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഓക്കെ,
ആ ഗവൺമെന്റിൽ വരുന്ന ഓഫീസേഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് ഫൈനൽ ലിസ്റ്റിൽ വന്ന് ഗവൺമെന്റ് നിങ്ങളെ ജോലിക്ക് എടുക്കുന്ന സമയത്ത് യു ആർ ബിക്കമിങ് എ ബ്യൂറോക്രാറ്റ്. നിങ്ങൾ ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ട് മാറുകയാണ്. നിങ്ങൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി, ഗവൺമെന്റ് ഓഫീസറായിട്ട് മാറുകയാണ്. നിങ്ങൾ എന്താണ്, പിന്നീട് ഒരു സിവിൽ സർവന്റ് തന്നെയാണ്. ഓക്കെ, ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസറാണ്. യു ആർ എ ബ്യൂറോക്രാറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്യൂറോക്രസി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു ഹെൽപ്പ് ആൻഡ് അഡ്വൈസ് ദ ഗവൺമെന്റ് ആൻഡ് ടു എക്സിക്യൂട്ട് ദ പ്രോഗ്രാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഉണ്ട്. ഓക്കെ, ഗവൺമെന്റ് ഉണ്ട്, ദെൻ ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് വരുന്നുണ്ട്, ദെൻ പബ്ലിക് വരുന്നുണ്ട്. അതായത് ഗവൺമെന്റിൽ നിന്ന് വരുന്ന ഓർഡർ, ഓക്കെ, ഗവൺമെന്റിൽ നിന്ന് വരുന്ന ഓർഡറുകൾ, അതുപോലെ തന്നെ പോളിസികൾ, ഓക്കെ, ഗവൺമെന്റിൽ നിന്ന് വരുന്ന ഫണ്ട്, ഓക്കെ, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് നടപ്പാക്കുന്നത് ഈ ഇടയ്ക്ക് നിൽക്കുന്ന ബ്യൂറോക്രാറ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് വരുന്നുണ്ടെങ്കിൽ അത് തൊഴിലെടുക്കുന്ന ജോലിയെടുക്കുന്ന ആളുകൾക്ക് ആ ഫണ്ട് കൊടുക്കുന്നത് അതാത് പ്രദേശത്തെ വില്ലേജ് ഓഫീസിലുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരിക്കും, ബ്യൂറോക്രാറ്റ് ആയിരിക്കും. ഓക്കെ, സോ അവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഈ ഫണ്ട് അത് കൊടുക്കുന്നത് ബ്യൂറോക്രസി ആണ്. ഓക്കെ, ഗവൺമെന്റ് ഓഫീസേഴ്സ് ആണ് ഫണ്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെൻഷൻ അലോക്കേഷൻ, ഗവൺമെന്റ് മൊത്തമായിട്ട് ഒരു 1000 കോടി രൂപ പെൻഷന് മാറ്റിവെക്കും. ഓരോരുത്തർക്കും വരുന്ന 1600 രൂപ ഓൾഡ് ഏജ് പെൻഷൻ അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഗവൺമെന്റ് ബ്യൂറോക്രാറ്റ് ആണ്. ഇനി അതേപോലെ ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടാക്കി, ആ നിയമം നടപ്പാക്കുന്നത് പോലീസാണ്, അല്ലെങ്കിൽ ആ നിയമത്തിന്റെ വിചാരണ നടത്തുന്നത് ജുഡീഷ്യറിയാണ്, ഗവൺമെന്റ് ആണ്. അപ്പം ഗവൺമെന്റിനും അതുപോലെ തന്നെ പബ്ലിക്കിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഇന്റർമീഡിയറി, ഓക്കെ, അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മധ്യസ്ഥൻ, അതാണ് ബ്യൂറോക്രാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ജനങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ ഗവൺമെന്റിലേക്ക് എത്തുന്നതും ത്രൂ ബ്യൂറോക്രസിയാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നത് ഒരു റവന്യൂ ഓഫീസർ ആയിരിക്കും. അദ്ദേഹം അതെന്ത് ചെയ്യും, ഗവൺമെന്റിലേക്ക് അടയ്ക്കും. അപ്പം തിരിച്ച് ജനങ്ങളിൽ നിന്നുള്ള ഫണ്ട് അങ്ങോട്ടേക്ക് എത്തുന്നതും ഇതേ രൂപത്തിൽ തന്നെയാണ്. അപ്പം രണ്ടു പേർക്കും അങ്ങോട്ടേക്കും, അതായത് ജനങ്ങൾക്കും അതുപോലെ തന്നെ ഗവൺമെന്റിനും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ബ്യൂറോക്രസിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബ്യൂറോക്രസി അത് ഉണ്ടായിരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ടു ഹെൽപ്പ് ആൻഡ് അഡ്വൈസ് ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതിന്, സഹായിക്കുന്നതിനും, ടു അഡ്വൈസ് ഉപദേശിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ടു എക്സിക്യൂട്ട് ദ പ്രോഗ്രാംസ്, ഗവൺമെന്റിന്റെ പ്രോഗ്രാമുകൾ, പോളിസി, സ്കീംസ് ഇതെല്ലാം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഫോർ ദി ലോക്കൽ ടു ദ നാഷണൽ ലെവൽ ഇസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദിസ്. അതിനു വേണ്ടിയിട്ട് നാഷണൽ ലെവൽ മുതൽ ലോക്കൽ സിസ്റ്റം വരെയുള്ള ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ലെവലിൽ സെൻട്രൽ ഗവൺമെന്റ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ലെവലിൽ ഫെഡറൽ യൂണിറ്റുകളായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ വരുന്നുണ്ട്, അതിന് താഴെ ലോക്കൽ ബോഡീസ്, അതായത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓക്കെ, അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ്, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡീസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ലെയേഴ്സിലായിട്ട്, ഡിഫറെൻറ്റ് ലെവലുകളായിട്ട് ഡിഫറെൻറ്റ് ബോഡീസിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ ദ സെവറൽ എംപ്ലോയീസ് ഹാവ് ബീൻ അപ്പോയിന്റഡ് ഫോർ ദി ഡേ ടു ഡേ ഫംഗ്ഷനിങ് ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ഡേ ടു ഡേ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടും ഒരുപാട് ഓഫീസേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആസ് എ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഗവൺമെന്റിന്റെ ഡേ ടു ഡേ ഫംഗ്ഷൻസ് മാനേജ് ചെയ്യുക എന്നതായിരിക്കും നമ്മുടെ റെസ്പോൺസിബിലിറ്റി. മെയിനായിട്ട് പേപ്പർ വർക്കുകൾ, കാര്യങ്ങൾ, റെക്കോർഡ് കീപ്പിംഗ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും ആസ് എ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഡേ ടു ഡേ ആക്ടിവിറ്റിയാണ്. ഇന്നലെ ചെയ്ത അതേ വർക്കായിരിക്കും ഇന്നും ചെയ്യേണ്ടത്. ഓക്കെ, സോ അതൊരു ഡേ ടു ഡേ ആക്ടിവിറ്റി ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്ത് പോകണമെങ്കിൽ ആസ് എ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങളുടെ റോള് അല്ലെങ്കിൽ നമ്മുടെ റോള് ഇറ്റ്സ് വെരി സിഗ്നിഫിക്കൻറ്റ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡേ ടു ഡേ ഫംഗ്ഷൻ നടന്നാൽ മാത്രമേ ഗവൺമെന്റിന്റെ ഫംഗ്ഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അടുത്തത് ദ ബ്യൂറോക്രാറ്റ്സ് മേക്ക് ദ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഡൈനാമിക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്യൂറോക്രസിയാണ് ആ സിസ്റ്റത്തിന്റെ സത്യത്തിൽ റൺ ചെയ്യുന്നത്. അതൊരു സ്റ്റാറ്റിക് അല്ലാതെ അതിനെ റൺ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ബ്യൂറോക്രസിയാണ്. ആൻഡ് ഓൾ ദ സർവീസസ് ഓഫ് ദ ഗവൺമെന്റ് റീച്ചസ് ദ പീപ്പിൾ ത്രൂ ദം. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആണ്. അവരിലൂടെയാണ് വിവിധ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, ഓർത്ത് വെക്കണം. Then അടുത്തത് the employees who work under public administrative system and administer the country are together known as bureaucracy. അപ്പോൾ ഇങ്ങനെ ഗവൺമെന്റിന്റെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ട് ജനങ്ങളെ സേവിക്കുന്ന, ജനങ്ങളിലേക്ക് ഗവൺമെന്റിന്റെ സർവീസസ്, സേവനങ്ങൾ എത്തിക്കുന്ന ആളുകളെ അവരെയാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റ് ഓഫീസേഴ്സിനെ അവരെല്ലാവരും കൂടെ പറയുന്ന പേരാണ് ബ്യൂറോക്രസി എന്നുള്ളത്. അതുപോലെ എ കൺട്രി ഡെവലപ്സ് when human and material resources are utilized to the maximum. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയാലും ഓഫീസേഴ്സ് ആയാലും അവരുടെ ടെക്നോളജി ആയാലും സ്കില്ലായാലും ഇതൊക്കെ മാക്സിമം നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ, സേവനങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ.
then it is the bureaucracy which prepare plans for their scientific utilization and implementation to implement them effectively. അപ്പോൾ ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ റിസോഴ്സസ്, ഗവൺമെന്റിന്റെ അടുത്തുള്ള വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ, ഫണ്ടുകൾ, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ബ്യൂറോക്രാറ്റ്സിനാണ്. സോ ദ ബ്യൂറോക്രാറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബ്യൂറോക്രസിയുടെ ചില ഫീച്ചേഴ്സ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സ് നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന്. ഓക്കെ, സോ അങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട ബ്യൂറോക്രസിയുടെ ചില ഫീച്ചേഴ്സ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ. ഒരു ബ്യൂറോക്രസി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിഫറെന്റ് ഹൈറാർക്കികൾ കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പോലീസ് സെറ്റപ്പ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഒരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു പോലീസ് ഓർഗനൈസേഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റബിൾസിനെ കാണാൻ പറ്റും. ഓക്കെ, കോൺസ്റ്റബിളിന് മുകളിലായിട്ട് ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടായിരിക്കും, അതിന് മുകളിലായിട്ട് ASI ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതിന് മുകളിലായിട്ട് SI ഉണ്ടായിരിക്കും, അതിന് മുകളിലായിട്ട് CI ഉണ്ടായിരിക്കും, അതിന് മുകളിലായിട്ട് DYSP ഉണ്ടായിരിക്കും, അതിന് മുകളിലായിട്ട് ASP ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതിന് മുകളിൽ SP ഉണ്ടായിരിക്കും. വീണ്ടും മുകളിലേക്ക് പോകുന്ന സമയത്ത് ഓക്കെ DIG ഉണ്ടായിരിക്കും, അതിന് മുകളിലായിട്ട് IG ഉണ്ടായിരിക്കും, അതിന് മുകളിലായിട്ട് ADGP ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഫൈനലി DGP ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും മുകളിലായിട്ട് മറ്റ് ചില ആൾക്കാരുണ്ട്. ഏറ്റവും മുകളിൽ നിന്ന് താഴെ തട്ടിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു ഹൈറാർക്കി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മുകളിൽ മറ്റൊരാൾ, അതിന് മുകളിൽ ഒരാൾ, അതിന് മുകളിൽ ഒരാൾ, ഇങ്ങനെ ഒരു ഹൈറാർക്കിയൽ സെറ്റപ്പ് കാണാം. ഇനി DGPക്ക് മുകളിലാണ് എന്നുണ്ടെങ്കിൽ ഹോം സെക്രട്ടറി ഉണ്ടായിരിക്കും, അതിന് മുകളിലായിട്ട് ഹോം മിനിസ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരാൾക്ക് മുകളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങനെയുണ്ട്. ഇനി ഇവർക്ക് എല്ലാവർക്കും മുകളിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് പീപ്പിൾ, ജനങ്ങളാണ്. ഹോം മിനിസ്റ്റർക്ക് മുകളിലുള്ളത് ജനങ്ങളാണ്, പീപ്പിൾ ആണ്. അതല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറയാം. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരാൾക്ക് മുകളിൽ മറ്റൊരാളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സിസ്റ്റത്തിന്, ഒരാൾക്ക് മുകളിൽ മറ്റൊരാൾ എന്ന് പറയുന്ന ഈ ഒരു ഹൈറാർക്കിയൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ ബ്യൂറോക്രസിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിട്ട് കൗണ്ട് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഹൈറാർക്കി എന്ന് പറയുന്നത്. അടുത്തത് പെർമനൻസ് ആണ്. അതായത് ഒരു തവണ ഒരു എംപ്ലോയി ആയിട്ട്, ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ പെർമനന്റ് ആണ്. ഓക്കെ, അൺലെസ് ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിപ്പ് കാരണം, ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൈക്കൂലി വാങ്ങുന്നു, അത് റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിക്കുന്നു, തെളിവോട് കൂടിയിട്ട് പിടിക്കുന്നു, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജോലിയിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും റിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പിരിച്ചുവിടുന്നതൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് പെർമനൻസ് ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഗവൺമെന്റ് ജോലി പ്രിഫർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെക്യൂരിറ്റിയാണ്. ഒരാൾക്ക് ഒരു ഗവൺമെന്റ് ജോലി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർ ആവുന്നവരെ അയാൾക്കൊരു ഫിക്സഡ് ഇൻകം കിട്ടുന്നുണ്ട് എന്നാണ്. ആ ഇൻകം ഓവർ ദ ടൈം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതിനടുത്തത് അപ്പോയിന്റ്മെന്റ് ഓൺ ദി ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോൺസ്റ്റബിൾ ആയിട്ട് കയറാൻ വേണ്ടിയിട്ട് 10th ലെവൽ അല്ലെങ്കിൽ +2 ലെവൽ എക്സാമിനേഷൻസ് ആയിരിക്കും നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. SI ആവാൻ വേണ്ടിയിട്ട് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണം. ഒരു ASP ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണം. അപ്പോൾ ഓരോ ലെവലിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടും ഡിഫറെൻറ്റ് ക്വാളിഫിക്കേഷൻസ് വരുന്നുണ്ട്, ഡിഫറെൻറ്റ് എക്സാമിനേഷൻസ് വരുന്നുണ്ട്. അത് ക്ലിയർ ചെയ്യുന്ന സമയത്താണ് അതാത് സർവീസുകളിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം ഡിഫറെൻറ്റ് ക്വാളിഫിക്കേഷൻസ് വരുന്നുണ്ട്. 10th +2 ആ ലെവൽ വരുന്നുണ്ട്, ഡിഗ്രി ലെവൽ വരുന്നുണ്ട്. സിവിൽ സർവീസ് പോലെ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് അങ്ങനെ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഓരോ എക്സാമിനേഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ഓരോ പോസ്റ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് വരുന്നുണ്ട്. ചിലത് എക്സ്പീരിയൻസ് ആയിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡിസ്ട്രിക്ട് കോർട്ട് ഹൈക്കോർട്ട് ആവുന്നതും ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് ജഡ്ജ് ആവുന്നതും. ഓക്കെ, അതായത് ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്നുള്ള ഒരു വക്കീൽ ഹൈക്കോർട്ട് ജഡ്ജിലേക്ക് പോകുന്നതും, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ജഡ്ജ് അല്ലെങ്കിൽ വക്കീൽ പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നതും എക്സ്പീരിയൻസിന്റെ ബേസിലാണ്. അപ്പോൾ അതും ഒരു ക്വാളിഫിക്കേഷൻ ആണ്. എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ക്വാളിഫിക്കേഷൻസ് ആയിട്ട് എടുത്തുകൊണ്ട് ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തതാണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ഇപ്പോൾ ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും ആസ് എ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഭരിക്കുന്നത് LDF ഗവൺമെന്റ് ആണ്, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യില്ല, ഞാൻ ജോലിയൊന്നും ചെയ്യില്ല, കോൺഗ്രസ് വരട്ടെ അപ്പം ഞാൻ വർക്ക് ചെയ്തോളാം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഗവൺമെന്റിന് വേണ്ടിയിട്ടോ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ല വർക്ക് ചെയ്യുന്നത്. യു ആർ വർക്കിംഗ് ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണ് എന്നുള്ള ബോധ്യത്തോടെ ആയിരിക്കണം നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അതല്ലാതെ രാഷ്ട്രീയ പാർട്ടികളെ നോക്കിക്കൊണ്ടായിരിക്കരുത്. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസ് വർക്കിന്റെ ഇടയിൽ നിങ്ങൾ ഒരു കറപ്ഷൻ കണ്ടു. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു A എന്ന് പറയുന്ന ഗവൺമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു കറപ്ഷനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു. നിങ്ങൾ ആ A എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ സപ്പോർട്ടറാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് മൂടി വെക്കരുത്. യു ഹാവ് ടു എക്സ്പോസ് ഇറ്റ്. നിങ്ങൾ അത് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ കറപ്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നതിലായാലും വർക്ക് എഫിഷ്യൻസിയിലായാലും നിങ്ങൾക്ക് ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിയോട് ഒരു കൂറ് കാണിക്കാൻ പറ്റില്ല.
അതാണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, രാഷ്ട്രീയ നിരപേക്ഷത എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നിഷ്പക്ഷത. ഒരാളോടും കൂറ് കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല, രാഷ്ട്രീയപരമായിട്ട് ഒരാളോടും ചായ്വ് കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അടുത്തത് പ്രൊഫഷണലിസം, കൃത്യമായിട്ട് പ്രൊഫഷണലായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഹയർ ഒഫീഷ്യൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു റിപ്പോർട്ട് ചോദിച്ചു, അതിന് അദ്ദേഹം നിങ്ങളെ ചീത്ത വിളിക്കുകയാണ്. ഓക്കെ, അതിന് പിറ്റേന്ന് അദ്ദേഹത്തിനെതിരെ കൊട്ടേഷൻ കൊടുക്കാൻ നിൽക്കരുത്. അദ്ദേഹം അത് ചെയ്തത് നിങ്ങളോടുള്ള പേഴ്സണൽ ദേഷ്യത്തിന്റെ പുറത്തായിരിക്കില്ല. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ പ്രൊഫഷണൽ. ആ പ്രൊഫഷനിൽ നിങ്ങൾ ഒരു കോമ്പിറ്റൻസി കാണിക്കണം, അല്ലെങ്കിൽ ഒരു കൃത്യത കാണിക്കാനുണ്ട്. അത് ചെയ്യാതെ വന്നപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, നിങ്ങളെ സ്കോർ ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദ പ്രൊഫഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ഞാൻ SI ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, എൻ്റെ ബ്രദറാണ് ASP. ഓക്കെ, അപ്പം ഒഫീഷ്യലായിട്ട് നിൽക്കുന്ന സമയത്ത് ഒഫീഷ്യലായിട്ട് തന്നെ നിൽക്കണം. ഞാൻ അവരെ പോയിട്ട് എടാ എന്ന് പറഞ്ഞ് അവിടെ എനിക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ, ഒഫീഷ്യൽ ഡ്യൂട്ടിയിലാണെങ്കിൽ ഐ ആം സപ്പോസ്ഡ് ടു കോൾ ഹിം സർ. ഓക്കെ, ആ ഒരു ഡിഗ്നിറ്റി കൊടുത്തുകൊണ്ട്, റെസ്പോൺസ് കൊടുത്തുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ലയൺ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് ഹോം മിനിസ്റ്റർ കയറി വരുന്ന സമയത്ത് അളിയൻ വന്നിട്ട് അളിയാന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്ന സമയത്ത് അളിയനും അച്ചമ്പിയൊക്കെ അങ്ങ് വീട്ടിൽ, ഇവിടെ ഹോം മിനിസ്റ്ററും അതുപോലെ തന്നെ SP ആണ് എന്നുള്ള രൂപത്തിലേക്ക്. ഓക്കെ, സോ അത് പ്രൊഫഷനിലേക്ക് വരുന്ന സമയത്ത് രണ്ടും രണ്ടാണ്. അവിടെ പ്രൊഫഷണലിസം എങ്ങനെയാണോ സപ്പോസ് ടു വർക്ക്, അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. എങ്ങനെയാണോ വർക്ക് ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പോൾ വീട്ടിലെത്തുന്ന സമയത്ത് അളിയനും അച്ചമ്പി ആയിരിക്കും, പക്ഷേ ഓഫീസിലാണ് ഓൺ ഡ്യൂട്ടി ആണ് എന്നുണ്ടെങ്കിൽ അവിടെ മിനിസ്റ്ററും SP ആയിരിക്കും. അവർ രണ്ടുപേരും എങ്ങനെയാണോ ഇന്ററാക്ട് ചെയ്യുന്നത് അതുപോലെ മാത്രമേ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഓർഗനൈസേഷൻ എങ്ങനെയെല്ലാം ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. തൽക്കാലം ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, ഞാൻ തൽക്കാലം ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഫീച്ചേഴ്സ് ഓഫ് ദി ബ്യൂറോക്രസി അടുത്ത ക്ലാസ് ഇമ്മീഡിയറ്റ്ലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും ക്ലാസ്സുകൾ നന്നായിട്ട് അതൊന്ന് റിവൈസ് ചെയ്യുക. ആ ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇഫ് പോസിബിൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസെപ്റ്റുകൾ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് തന്നെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് തന്നെ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. വീഡിയോയുടെ അടുത്ത് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് നോക്കിയിട്ട് ആസ് ഇമ്മീഡിയറ്റ്ലി ആസ് പോസിബിൾ ഞാൻ അതിൻ്റെ റെസ്പോൺസസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. Stay good. Okay, yeah, study well. Okay, so keep studying and keep watching. Okay, thank you everyone.